ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് LDC 2024 വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട 75 ഹോട്ട് ടോപ്പിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 13ാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ. അപ്പോൾ ഇതുവരെയായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ കാണാത്ത ഉദ്യോഗാർത്ഥിയാണെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബാക്കിയുള്ള ക്ലാസ്സുകളുടെ ലിങ്ക് ഇട്ടേക്കാം. നിങ്ങളൊന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സീരീസ് എന്ന് പറയുന്നത് 2024 LDCക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് മലയാളം ഗ്രാമർ, അതേപോലെ തന്നെ ഇംഗ്ലീഷ് ഗ്രാമറാണ്. അതിൻ്റെ അകത്ത് മലയാളത്തിൽ നമ്മൾ നൗണും അതേപോലെ ഇംഗ്ലീഷ് ഗ്രാമറിൽ നമ്മൾ കോൺകോഡും 22 ലോസുമാണ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് കുറച്ച് വലുതായിരിക്കും. മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ പോയി ജോയിൻ ചെയ്യുക. വൺ ക്ലിക്ക് PSC എന്ന ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ യൂട്യൂബിൻ്റെ സെയിം എംബ്ലം തന്നെയാണ് ടെലഗ്രാമിലും വരുന്നത്. അപ്പോൾ ഒന്ന് ജോയിൻ ചെയ്യുക. കാരണം നമ്മുടെ ഇരുന്ന ക്ലാസ്സിൻ്റെ നോട്ട്സ് അവിടെ ഫയൽസിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ എന്താണ്, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കൃത്യം 9 മണിക്ക് എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻ പോൾ അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതുകൂടിയും ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു സീരീസ് ചെയ്യുന്നത് കൊണ്ടുള്ള എഫക്റ്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ടെലഗ്രാമിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. നന്നായിട്ട് പഠിക്കുക. നമുക്ക് നേരെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺകോഡാണ്. കോൺകോഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ദ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ സബ്ജക്റ്റ് ആൻഡ് വെർബ് ഈസ് കോൾഡ് കോൺകോഡ്. ദ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ സബ്ജക്റ്റ് ആൻഡ് വെർബ് ഈസ് കോൾഡ് കോൺകോഡ്. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എപ്പോഴും സബ്ജക്റ്റിനെ അനുസരിച്ചായിരിക്കണം എന്തുപയോഗിക്കേണ്ടത്, വെർബ് ഉപയോഗിക്കേണ്ടത് എന്ന് പറയുന്ന ആ ഒരു നിയമത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്, കോൺകോഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ കോൺകോഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ സബ്ജക്റ്റിന് അനുസരിച്ചായിരിക്കണം എന്ത് എഴുതേണ്ടത്, വെർബ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനെ കുറിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ആ ഒരു നിയമത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കോൺകോഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമുക്ക് സബ്ജക്റ്റ് വെർബ് ഇവ വാക്യങ്ങളിൽ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സബ്ജക്റ്റ് ഏതാണ്, വെർബ് ഏതാണ്, ഒബ്ജക്റ്റ് ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമെന്ന് കരുതുന്നു. അതേപോലെ തന്നെ എത്ര ഓക്സിലറി വെർബ്സ് ഉണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ. കാരണം അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ബേസായിട്ട് പഠിച്ചു വയ്ക്കേണ്ടതാണ്. ഉറപ്പായിട്ടും നമ്മളത് സെൻറ്റൻസ് എന്ന് പറയുന്ന ഒരു ക്ലാസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അത് ഞാൻ വളരെ ഗംഭീരമായിട്ട് നമുക്ക് ബേസ് മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകാം. ഓക്കെ, കാരണം ഈ ക്ലാസ്സിൽ അതുകൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒത്തിരി എന്ത് ചെയ്യും, ക്ലാസ്സിൻ്റെ ലെങ്ത്ത് കൂടും. അതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് പോവാത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലോയിലേക്ക് പോവാം. 22 ലോസാണ് നമുക്ക് പഠിക്കാനുള്ള മക്കളെ. അതിൻ്റെ അകത്ത് ഫസ്റ്റ് ലോ ആണ് തേർഡ് പേഴ്സൺ സിംഗുലർ ആയിട്ടുള്ള ഹി, ഷീ, ഇറ്റ് എന്നിവയുടെ കൂടെ സിംഗുലർ വെർബ് മാത്രമാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒന്നാമത്തെ ലോയാണ്, പഠിച്ചു വച്ചോ. തേർഡ് പേഴ്സൺ സിംഗുലർ ആയിട്ടുള്ള ഹി വന്നു കഴിഞ്ഞാൽ, ഷീ വന്നു കഴിഞ്ഞാൽ, ഇറ്റ് വന്നു കഴിഞ്ഞാൽ അവയുടെ കൂടെ സിംഗുലർ വെർബ് മാത്രമാണ് ഉപയോഗിക്കത്തുള്ളൂ. എന്താണ് മക്കളെ സിംഗുലർ വെർബും അതേപോലെ തന്നെ പ്ലൂറൽ വെർബ്സും എന്താണെന്ന് ചോദിച്ചാൽ, സിംഗുലർ വെർബ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേർഡ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മനസ്സിലാക്കാനായിട്ട് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് എസ് ചേർത്ത ഏതാണോ അതായിരിക്കും സിംഗുലർ വെർബ് എന്ന് പറയുന്നത്. എസ് ഇല്ലാത്തതാണ് എന്തെന്ന് പറയുന്നത്, പ്ലൂറൽ വെർബ് എന്ന് പറയുന്നത്. അങ്ങനെ മാത്രം ഓർത്ത് വച്ചാൽ മതി. അപ്പോൾ നമുക്ക് സിംഗുലർ ഏതാണ്, പ്ലൂറൽ വെർബ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നോക്കിയേ, സിംഗുലർ എന്ന് പറയുന്നത് എസ് ചേർത്ത വെർബായിരിക്കും സിംഗുലർ. എസ് ഇല്ലാത്ത വേർഡായിരിക്കും എന്തെന്ന് പറയുന്നത്, പ്ലൂറൽ വെർബ്. നമ്മൾ നോക്കിയാൽ നമ്മുടെ ഫസ്റ്റത്തെ ലോ അനുസരിച്ച് ഹി ഇവിടെ വന്നു. ഹി വന്നു കഴിഞ്ഞാൽ അവയുടെ കൂടെ എന്താണ് ചേർക്കേണ്ടത്, സിംഗുലർ വെർബാണ് ചേർക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതാ ചേർക്കേണ്ടത്, റീഡ്സ് എന്നാണ് നമ്മൾ ചേർക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഹി വന്നു, അതിൻ്റെ കൂടെ എന്ത് ചെയ്തു, സിംഗുലർ വെർബായിട്ടുള്ള റീഡ്സ് വന്നു. ഹി റീഡ്സ് ന്യൂസ് പേപ്പർ, അവൻ ന്യൂസ് പേപ്പർ വായിക്കുന്നു. ഓക്കെ, അടുത്ത് നോക്കിയേ, ഷീ സിംഗ് സോങ്, അവൾ എന്താണ് പാട്ട് പാടുന്നു എന്നുള്ളതിൽ നോക്കിയേ, എന്തുകൊണ്ടാണ് ഷീ വന്നതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്, സിങ്സ് വന്നത്. ഓക്കെ, അതായത് എസ് ഉള്ള വെർബ് അവിടെ വന്നത്. അടുത്ത് നോക്കിയേ, ഇറ്റ് വർക്ക്സ് വെൽ. ഓക്കെ, അപ്പോൾ എന്താണ്, ഇറ്റ് വന്നു, അതുകൊണ്ട് അവിടെ എന്ത് വന്നു, എസ് ഉള്ള വേർബാണ് അവിടെ യൂസ് ചെയ്തത്, അതുകൊണ്ടാണ് അവിടെ വർക്ക്സ് വന്നത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ലോ ഇവിടെ തീരുകയാണ്. തേർഡ് പേഴ്സൺ സിംഗുലർ ആയിട്ടുള്ള ഹി, ഷീ, ഇറ്റ്
ഇവ വന്നു കഴിഞ്ഞാൽ അവയുടെ കൂടെ നമ്മൾ യൂസ് ചെയ്തേണ്ടത് ഏത് വേർഡാണെന്ന് ചോദിച്ചാൽ അതെന്താണ്? യെസ് ഉള്ള വേർഡ്, അതായത് സിംഗുലർ വേർബ് ആയിരിക്കും അവിടെ യൂസ് ചെയ്യേണ്ടത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. രണ്ടാമത്തെ ലോയിലേക്ക് പോവാം. ദ ഫസ്റ്റ് പേഴ്സൺ ഐയും വിയും, സെക്കൻഡ് പേഴ്സൺ യു, അതേപോലെ തന്നെ എന്താണ് തേർഡ് പേഴ്സൺ ദേ എന്നിവയുടെ കൂടെ നമ്മൾ എന്താ ഉപയോഗിക്കത്തുള്ളൂ? പ്ലൂറൽ വെർബാണ് ഉപയോഗിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ഐ, ഞാനും ഞങ്ങളും, അതേപോലെ സെക്കൻഡ് പേഴ്സൺ ആയിട്ടുള്ള യു, നീ, അതേപോലെ തേർഡ് പേഴ്സൺ ആയിട്ടുള്ള എന്താണ് അവർ, ദേ, അവയുടെ കൂടെ നമ്മൾ എന്താ ചേർക്കത്തുള്ളൂ? പ്ലൂറൽ വെർബാണ് ചേർക്കത്തുള്ളൂ. കാരണം ഇതെന്താണ്? അതായത് ഇതിൻ്റെ അകത്ത് നിലവിൽ പ്ലൂറൽ വെർബ്, അതായത് പ്ലൂറൽ വെർബ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരേണ്ടത്? എസ് ഇല്ലാത്ത വെർബാണ് എന്തെന്ന് പറയുന്നത്? പ്ലൂറൽ വെർബ് എന്ന് പറയുന്നത്. മക്കളെ നോക്കിയേ, എക്സാമ്പിൾ, ഐ റീഡ് ന്യൂസ് പേപ്പർ, ഐ റീഡ് ന്യൂസ് പേപ്പർ. ഇവിടെ ഹി ആയിരുന്നെങ്കിലോ റീഡ്സ് വന്നേനെ. പക്ഷേ ഇവിടെ എന്താണ്? നമ്മുടെ ഫസ്റ്റ് പേഴ്സൺ ആയിട്ടുള്ള ഐയും വിയും, അതിൻ്റെ അകത്ത് ഐ വന്നതുകൊണ്ടാണ് ഇവിടെ എന്ത് ചേർത്തത്? റീഡ് എന്ന് ചേർത്തത്. അതായത് എസ് ഇല്ലാത്ത വെർബ് ഇവിടെ ചേർത്തു. മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തത് ദേ നോക്കിയേ, ദേ റീഡ് ന്യൂസ് പേപ്പർ. വീണ്ടും നമ്മൾ പറഞ്ഞു എന്താണ്? ഈ പറയുന്ന തേർഡ് പേഴ്സൺ ആയിട്ടുള്ള ദേ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമ്മൾ എന്താ ചേർക്കത്തുള്ളൂ? പ്ലൂറൽ വെർബാണ് ചേർക്കത്തുള്ളൂ എന്നാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്തു? റീഡ് ന്യൂസ് പേപ്പർ, അവർ ന്യൂസ് പേപ്പർ വായിക്കുന്നു. വി പ്ലേ ഫുട്ബോൾ. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് പേഴ്സൺ ഐയും വിയും ഇവിടെ വന്നു. വി വന്നുകൊണ്ടാണ് അവിടെ എന്ത് ചേർത്തത്? ഞങ്ങൾ ഫുട്ബോൾ കളിക്കുന്നു, പ്ലേ ചേർത്തു. യു വർക്ക് ഹാർഡ്, യു വർക്ക് ഹാർഡ്, അതേതാണ്? സെക്കൻഡ് പേഴ്സൺ ആണ്. സെക്കൻഡ് പേഴ്സൺ വന്നുകൊണ്ട് അവിടെ എന്ത് ചേർത്തു? നമ്മൾ അവിടെ ഹാർഡ് എന്ന് ചേർത്തു, അതായത് വർക്ക് എന്ന് ചേർത്തു. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. അപ്പോൾ ഇങ്ങനെ ഓർക്കുക, ഒന്നാമത്തെ ലോ ഇതായിരുന്നു. എന്ത്? ഫസ്റ്റ് പേഴ്സൺ, അതായത് അതായത് നമ്മൾ എന്താണ് തേർഡ് പേഴ്സൺ സിംഗുലർ ആയിട്ടുള്ള ഹീ ഷീ ഇറ്റ് വന്നം. രണ്ടാമത്തെ ലോ ഫസ്റ്റ് പേഴ്സൺ ഐയും വിയും, സെക്കൻഡ് പേഴ്സൺ യു, തേർഡ് പേഴ്സൺ ഏതാണ്? ദേ. ഇവ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ പ്ലൂറൽ വെർബാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഓക്കെ, ഇനി അടുത്തത് PSC എക്സാമുകളിൽ ഒരു LD നിലവാരത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യമാണ്. രണ്ട് സിംഗുലർ സബ്ജക്റ്റിനെ ആൻഡ് ഉപയോഗിച്ച് ബന്ധിപ്പിക്കുകയാണ്. രണ്ട് സിംഗുലർ സബ്ജക്റ്റ്, അത് ഏതുമായിക്കോട്ടെ. അപ്പോൾ രണ്ട് സിംഗുലർ സബ്ജക്റ്റിനെ എന്ത് ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുമ്പോൾ അവയോടൊപ്പം വെർബ് എപ്പോഴും പ്ലൂറൽ ആയിരിക്കണം. ഓക്കെ, നോക്കിയേ, അരുൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു സബ്ജക്റ്റാണ്. അരുൺ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ്, അതിൻ്റെ കൂടെ നമ്മൾ എന്താണ്? ആൻഡ് കൂട്ടിച്ചേർത്തു. അതിൻ്റെ അപ്പുറത്ത് വരുന്ന ആളാരാണ്? ജീവൻ എന്ന് പറയുന്ന മറ്റൊരാൾ വന്നു. ഓക്കെ, അപ്പോൾ എന്താണ്? രണ്ട് സിംഗുലർ സബ്ജക്റ്റാണ് അരുണും അതേപോലെ തന്നെ ജീവനും. ഇവയെ രണ്ടും നമ്മൾ എന്തുകൊണ്ടാണ് യോജിപ്പിക്കുന്നത്? ആൻഡ് ഉപയോഗിച്ചാണ് കൂട്ടിച്ചേർക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവയോടൊപ്പം ഉപയോഗിക്കേണ്ട വേർബ് ഏതാണെന്ന് ചോദിച്ചാൽ അതെന്താണ്? നമുക്കിവിടെ എന്താണ് ഉപയോഗിക്കാൻ പാടുള്ളൂ? അവിടെ നമുക്ക് പ്ലൂറൽ വെർബാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെ തന്നെ ഓർത്തു വച്ചോ, രണ്ട് സിംഗുലർ സബ്ജക്റ്റിനെ ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുമ്പോൾ അവിടെ ഉപയോഗിക്കേണ്ട വേർബ് ഏതാണെന്ന് ചോദിച്ചാൽ അത് എന്താണ്? പ്ലൂറൽ വെർബ് മാത്രമേ അവിടെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, അടുത്ത് നോക്കിയേ, ബേസിൽ, ബിജു ആൻഡ് ബേസിൽ. ബിജു ആൻഡ് ബേസിൽ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് സബ്ജക്റ്റാണ്. ഈ രണ്ട് സബ്ജക്റ്റിനെ എന്തുകൊണ്ടാണ് നമ്മൾ യോജിപ്പിക്കുന്നത്? ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുക. രണ്ട് സബ്ജക്റ്റിനെ, സിംഗുലർ സബ്ജക്റ്റിനെ ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർത്തു. അപ്പോൾ അവിടെ വെർബ് ഏതാ മക്കളെ? വൻ്റെ ആറാണ് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ആറാണ് അവിടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ലോ ഇങ്ങനെയാണ്. രണ്ട് സിംഗുലർ സബ്ജക്റ്റിനെ ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുമ്പോൾ അവിടെ ഉപയോഗിക്കേണ്ടത് എന്തായിരിക്കും? നമ്മുടെ പ്ലൂറൽ വെർബാണ് അവിടെ ഉപയോഗിക്കാൻ പാടുള്ളൂ. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഓക്കെ, നമ്മുടെ നാലാമത്തെ ലോ ആണ്. ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുന്ന രണ്ട് സിംഗുലർ സബ്ജക്റ്റ് ഒരേ വ്യക്തി തന്നെയാണ് എന്ന് സൂചിപ്പിക്കുന്നതെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും. ആക്ച്വലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന രണ്ട് സിംഗുലർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തി തന്നെയാണെങ്കിൽ അവിടെ നമ്മൾ എന്താ ഉപയോഗിക്കാമോളൂ? അതായത് സിംഗുലർ വെർബാണ് അവിടെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കിയേ, എക്സാമ്പിളാണ് മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗാർഡിയൻ ഹാസ് കം. ഓക്കെ, മൈ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്ന ഒരാളാണ്. ഓക്കെ, ഒരു സബ്ജക്റ്റാണ്. അതിനെ കൂട്ടി യോജിപ്പിക്കുക എന്തുപയോഗിച്ച്? ആൻഡ് ഉപയോഗിച്ച് യോജിപ്പിച്ചു. അതിൻ്റെ അടുത്ത് വന്ന ആരാണ്? ഗാർഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് സിംഗുലർ സബ്ജക്റ്റിനെ ആൻഡ് ഉപയോഗിച്ച് കൂട്ടി യോജിപ്പിക്കുമ്പോൾ അവ രണ്ടും എന്താണ്? ഒരേ വ്യക്തി തന്നെയാണെങ്കിൽ അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യത്തുള്ളൂ?
അവിടെ നമ്മൾ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ മൈ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്ന ആൾ തന്നെയാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഗാർഡിയൻ എന്നും പറയുന്നത്. അപ്പോൾ രണ്ട് സിംഗുലർ സബ്ജക്റ്റ് ആണിത്. അതിൻ്റെ ഇടയിൽ ആൻഡ് വന്നിട്ടുമുണ്ട്. പക്ഷേ ഈ രണ്ടാളും എന്ത് തന്നെയാണ്, ഒരാൾ തന്നെയാണ് മക്കളെ, ഒരാൾ തന്നെയാണ്. അപ്പോൾ അവിടെ എന്താ നമ്മൾ ഉപയോഗിക്കാമോളൂ, സിംഗുലർ വെർബ് മാത്രമാണ് അവിടെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അതായത് ഈ രണ്ട് പേരും എന്ന് പറയുന്നത്, അതായത് ഗ്രാൻഡ് ഫാദറുമാണ്, അതേപോലെ തന്നെ ഗാർഡിയൻ എന്ന് പറയുന്ന ആളും എന്ത് തന്നെയാണ്, ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ടാണ് അവിടെ എന്ത് യൂസ് ചെയ്തത്, നമ്മൾ സിംഗുലർ വെർബ് അവിടെ യൂസ് ചെയ്തത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഇനി ദ ഓണർ ആൻഡ് ചെയർമാൻ ഓഫ് ദ കമ്പനി ഈസ് ആൻ അഡ്വക്കേറ്റ്. ഓക്കെ, ദ ഓണറും അതേപോലെ തന്നെ എന്താണ്, ചെയർമാൻ ഓഫ് ദ കമ്പനി, ഇത് രണ്ടും ആര് തന്നെയാണ്, ഒരാൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്തത്, സിംഗുലർ വെർബ് യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്താണ്, ആൻഡ് ഉപയോഗിച്ച് രണ്ട് സിംഗുലർ സബ്ജക്റ്റിനെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുമ്പോൾ അവ ഒരു വ്യക്തി തന്നെയാണെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ടത് എന്താണ്, സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. അടുത്തത്, ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർന്ന രണ്ട് നൗൺസിൻ്റെ മുമ്പിൽ ഏതെങ്കിലും പൊസസീവ് അഡ്ജക്റ്റീവോ ആർട്ടിക്കിളോ ആവർത്തിച്ച് വരികയാണെങ്കിൽ വെർബ് പ്ലൂറലായിരിക്കും. ഓക്കെ, അപ്പോൾ പൊസസീവ് അഡ്ജക്റ്റീവ്, ഓക്കെ, പൊസസീവ് അഡ്ജക്റ്റീവ് കൂട്ടി വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, പ്ലൂറലായിട്ട് മാറും. അപ്പോൾ രണ്ട് സിംഗുലർ സബ്ജക്റ്റ് ആണ്, അതിനെ ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുകയാണ്. അതിൻ്റെ ഫ്രണ്ടിൽ എന്ത് വന്നു, പൊസസീവ് അഡ്ജക്റ്റീവോ അല്ലെങ്കിൽ ആർട്ടിക്കിളോ വന്നാൽ അവിടെ എന്താ ചേർക്കാൻ പാടുള്ളൂ, പ്ലൂറൽ വെർബാ ചേർക്കാൻ പാടുള്ളൂ. എന്താ മക്കളെ ഈ പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് ചോദിച്ചാൽ അതാണ് മൈ, അവർ, യുവർ, ഹിസ്, ഇറ്റ്സ്, ദെയർ. അപ്പോൾ ഇത്രയാണ് പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഈ പൊസസീവ് അഡ്ജക്റ്റീവ് എന്നൊക്കെ പറയും. അതേപോലെ തന്നെ ആർട്ടിക്കിൾ ഏതൊക്കെയാണ്, ഏയ്, ആന്, ദിയ്. ഓക്കെ, അപ്പോൾ പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതി വെച്ചോ, അല്ലെങ്കിൽ ഇത് പഠിക്കുമ്പോൾ ഉറപ്പായിട്ടും പഠിച്ചു പോക്കോ. ഏതൊക്കെയാണ്, മൈ, അവർ, യുവർ, ഹിസ്, ഹെയർ, ഇറ്റ്സ്, ദെയർ. ഇതാണ് നമ്മുടെ പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് വാചകങ്ങൾ, അതായത് രണ്ട് നൗണിനെ എന്ത് ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് പൊസസീവ് അഡ്ജക്റ്റീവോ അല്ലെങ്കിൽ എന്താണ് ആർട്ടിക്കിളോ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്താ ചേർക്കാൻ പാടുള്ളൂ, അവിടെ നമ്മൾ എന്താണ് പ്ലൂറൽ വെർബാണ് ചേർക്കാൻ പാടുള്ളൂ. മക്കളെ നോക്കിയേ, മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് മൈ ഗാർഡിയൻ ഹാവ് കം. ഇവിടെ എന്താ, ഗ്രാൻഡ് ഫാദറും ഗാർഡിയനും എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളാണ്. ഓക്കെ, കാരണം ഇവിടെ ഫ്രണ്ടിൽ എന്ത് വന്നു, പൊസസീവ് അഡ്ജക്റ്റീവ് വന്നു എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. ഓക്കെ, അതായത് പൊസസീവ് അഡ്ജക്റ്റീവ് ആയിട്ടുള്ള മൈ റിപ്പീറ്റ് 2 ടൈംസ് വരികയാണ്. നോക്കി, മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് മൈ ഗാർഡിയൻ ഹാവ് കം. ഇവിടെ ഗ്രാൻഡ് ഫാദറും ഗാർഡിയനും എന്ന് പറയുന്ന രണ്ട് വ്യക്തികളാണ്. അപ്പോൾ ഈ രണ്ട് വ്യക്തികളെ ആയതുകൊണ്ട് അവിടെ എന്താ ഉപയോഗിക്കാൻ പാടുള്ളൂ, പ്ലൂറൽ വെർബാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. മക്കളെ നോക്കി ഒന്നുകൂടി, ദ സെക്രട്ടറി ആൻഡ് ട്രഷറർ ഈസ് ആബ്സെൻറ്റ്. ഇവിടെ സെക്രട്ടറിയും ട്രഷറും എന്ന് പറയുന്നത് എന്താണ്, സിംഗുലർ വെർബായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് എന്താണ്, സെക്രട്ടറി ആൻഡ് ട്രഷറർ അങ്ങനെയാവുമ്പോൾ എന്താണ്, സിംഗുലർ വെർബാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. പക്ഷേ ദ സെക്രട്ടറി ആൻഡ് ദ ട്രഷറർ ആർ ആബ്സെൻറ്റ് അങ്ങനെയാണെങ്കിൽ അവിടെ എന്താണ്, വെർബ് പ്ലൂറലായിരിക്കും. കാരണം എന്താ, ഇതിൻ്റെ ഫ്രണ്ടിൽ രണ്ട് ആർട്ടിക്കിൾ വന്നു. ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഇതേ ഇവിടെ വന്നു, ദ സെക്രട്ടറി വന്നു. അത് കണ്ട് എന്ത് ചെയ്തു, സെക്രട്ടറി വീണ്ടും നമ്മൾ കൂട്ടി യോജിപ്പിക്കാനായിട്ട് ആൻഡ് ഉപയോഗിച്ചു. ആൻഡിൻ്റെ അടുത്ത ഭാഗത്ത് വന്നതും എന്ത് തന്നെയാണ്, ആ ദ തന്നെ വീണ്ടും റിപ്പീറ്റ് അടിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇവിടെ വരാൻ പാടുള്ളൂ, 6 വന്നു. ഓക്കെ, അപ്പോൾ 2 പ്രാവശ്യം എന്ത് വന്നു, ആർട്ടിക്കിൾ റിപ്പീറ്റ് ചെയ്ത് വന്നു. അല്ലെങ്കിൽ എന്താണ്, ഇവിടെ മുകളിലാണെങ്കിൽ നമുക്ക് എന്ത്, 2 പ്രാവശ്യം 2 പൊസസീവ് നൗൺസ് റിപ്പീറ്റ് ചെയ്ത് വന്നു. ഇങ്ങനെ 2 പ്രാവശ്യം വരികയാണെങ്കിൽ മക്കളെ അവിടെ എന്താ നമുക്ക് ചേർക്കാൻ പാടുള്ളൂ, പ്ലൂറൽ വെർബ്. ഇനി ഒറ്റ പ്രാവശ്യം ഒരാളെ തന്നെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കണം, സിംഗുലർ വെർബായിരിക്കണം. പൊസസീവ് നൗൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊസസീവ് നൗൺ, അല്ലെങ്കിൽ പൊസസീവ് അഡ്ജക്റ്റീവ് ഏതാണെന്ന് ചോദിച്ചാൽ, പൊസസീവ് അഡ്ജക്റ്റീവ് ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്, മൈ, അവർ, യുവർ, ഹിസ്, ഹെയർ, ഇറ്റ്സ്, ദെയർ ഒക്കെയാണ് എന്ത്, പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പൊസസീവ് അഡ്ജക്റ്റീവാണ് മൈ, അവർ, യുവർ, ഹിസ്, ഹെയർ, ഇറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വച്ചേക്കുക. ഓക്കെ, നമുക്ക് നമ്മുടെ 5ാമത്തെ ലോയിലേക്ക് പോകാം. ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർത്ത രണ്ട് സബ്ജക്റ്റ് ഒരേ ആശയത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നതെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ആൻഡ് ഉപയോഗിച്ചു എന്ത്, രണ്ട് സബ്ജക്റ്റിനെ എന്താണ് കൂട്ടി യോജിപ്പിക്കുക. പക്ഷേ അത് കാണിക്കുന്നത് എന്താ, ഒരാശയത്തെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ എന്താ ചേർക്കേണ്ടത്, സിംഗുലർ വെർബ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, നോക്കിയേ, എക്സാമ്പിൾ, ടൈം ആൻഡ് ടൈഡ്സ് വെയിറ്റ്സ് ഫോർ നോ മാൻ. സമയം ആർക്ക് വേണ്ടിയും എന്ത് ചെയ്യത്തില്ല, കാത്തു നിൽക്കത്തില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ എന്താണ്, ടൈം ആൻഡ് ടൈഡ്സ് വെയിറ്റ്സ് ഫോർ നോ മാൻ, ഇത് ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കത്തില്ല. എന്താണ് കാത്തു നിൽക്കത്തില്ലാത്ത, ടൈം എന്ന് പറയുന്നത് ആർക്ക് വേണ്ടി, ടൈം ആൻഡ് ടൈഡ്സ് വെയിറ്റ്സ് ഫോർ നോ മാൻ. ഓക്കെ,
അപ്പോൾ അതുകൊണ്ടാണ് അവിടെ എന്ത് ചേർത്തത്, വെയ്റ്റ്സ്, അതായത് എന്ത് ചേർത്തത്, സിംഗുലർ വെർബ് അവിടെ യൂസ് ചെയ്തത്. ഇനി അടുത്ത് നോക്കിയാൽ ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ഗുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അത് ബ്രെഡും അതേപോലെ തന്നെ ബട്ടറും എന്ന് പറയുന്നത് എന്താണ്, ബ്രേക്ക്ഫാസ്റ്റിന് നല്ലതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, രണ്ടും കൂടി എന്താ കാണിക്കുന്നത്, ഒരർത്ഥത്തെ അല്ലേ കാണിക്കുന്നത്. അതായത് ബ്രേക്ക്ഫാസ്റ്റിന് നല്ലതാണ് എന്ത്, ബ്രെഡ് ആയാലും ബട്ടർ ആയാലും, ബ്രെഡും ബട്ടറും എന്താണ് ഈ പറയുന്ന ബ്രേക്ക്ഫാസ്റ്റിന് നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടും കൂടി ഒരാശയത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ എന്താ, സിംഗുലർ വെർബ്. ടൈമും ടൈഡ്സും ആർക്ക് വേണ്ടി എന്ത് ചെയ്യില്ല, വെയിറ്റ് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ എന്ത് ചേർന്നത്, വെയ്റ്റ്സ് എന്ന് ചേർത്തത്. ഓക്കെ, ഇവിടെ റൊട്ടിയും വെണ്ണയും ഒന്നായി കാണുന്നു, അതിനാൽ ബ്രെഡ് ആൻഡ് ബട്ടർ ഏകവചനമായി തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവയെ രണ്ടായി കാണുകയാണെങ്കിൽ ബ്രെഡ് ആൻഡ് ബട്ടർ ബഹുവചനമായി മാറുന്നു. ഫോർ എക്സാമ്പിൾ, ദ ബ്രെഡ് ആൻഡ് ബട്ടർ ഐ ബോട്ട് ഫ്രം ദ ഷോപ്പ് ആർ ഇൻ ഗുഡ് ക്വാളിറ്റി. ഓക്കെ, അപ്പോൾ എന്താണ്, ദ ബ്രെഡ് ആൻഡ് ബട്ടർ ഐ ബോട്ട് ഫ്രം ദ ഷോപ്പ് ആർ ഇൻ ഗുഡ് ക്വാളിറ്റി. അപ്പോൾ രണ്ടും രണ്ട് കാര്യത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ എന്താണ്, നമുക്ക് എന്താണ്, ദ ബ്രെഡ് ആൻഡ് ബട്ടർ ഐ ബോട്ട് ഫ്രം ഷോപ്പ് ആർ ഇൻ ഗുഡ് ക്വാളിറ്റി. അങ്ങനെയാണെങ്കിൽ പ്ലൂറൽ വെർബാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ടും രണ്ട് എന്താണ് കാര്യത്തെയാണ് കാണിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്താണ് ചേർക്കേണ്ടത്, പ്ലൂറലും ഒരു കാര്യത്തെയാണ് ചേർക്കുന്നതെങ്കിൽ അവിടെ എന്താണ്, നമ്മൾ സിംഗുലർ വെർബുമാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ആറാമത്തെ ലോസിലേക്ക് പോകാം. ആറാമത്തെ ലോ എന്ന് പറയുന്നത് ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുന്ന നാമങ്ങളുടെ മുമ്പിൽ ഈച്ച്, എവരി, നോ എന്നിവയിൽ ഏതെങ്കിലും വരികയാണെങ്കിൽ എന്താണ്, വെർബ് സിംഗുലർ ആയിരിക്കും. അപ്പോൾ ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുന്ന നാമങ്ങളുടെ മുമ്പിൽ ഈച്ച്, എവരി, നോ എന്നിവയിൽ ഏതെങ്കിലും വരികയാണെങ്കിൽ വെർബ് ഏതായിരിക്കും, സിംഗുലർ ആയിരിക്കും. നോക്കിയേ, ഈച്ച് ബോയ് ആൻഡ് ഗേൾ ഹാസ് സബ്മിറ്റഡ് ദ അസൈൻമെൻറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ്, ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുന്ന നാമങ്ങളുടെ മുമ്പിൽ എന്ത് വന്നു, ഈച്ച് വന്നു. ഓക്കെ, ഇത് ഈച്ച് വന്നുകൊണ്ട് അവിടെ എന്താ ചേർക്കാൻ പറ്റുന്നത്, അവിടെ വെർബ് എപ്പോഴും എന്തായിരിക്കും, സിംഗുലർ ആയിരിക്കും. അങ്ങനെ തന്നെ പഠിച്ചു വച്ചോ. കാരണം LDC എക്സാമുകളിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരം കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അടുത്തതാണ് ഏഴാമത്തെ ലോ. എയ്തർ, നെയ്തർ, ഈച്ച്, എവരി വൺ, എവരിബഡി, എവരിഡേ, സംബഡി, സംവൺ, എനിബഡി, എനിവൺ, നോബഡി, നോവൺ, നൺ എന്നിവയുടെ കൂടെ സിംഗുലർ വെർബാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. നോക്കിയേ, എയ്തർ, നെയ്തർ, ഈച്ച്, എവരി വൺ, എവരിബഡി, എവരിഡേ, സംവൺ, സംബഡി, എനിബഡി, എനിവൺ, നോബഡി, നോവൺ, നൺ. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വച്ചോ മക്കളെ. ഒന്നുകൂടി പറയാം. എയ്തർ, നെയ്തർ, ഈച്ച്, എവരി വൺ, എവരിബഡി, എവരിഡേ, സംബഡി, സംവൺ, എനിബഡി, എനിവൺ, നോബഡി, നൺ ഇവയുടെ കൂടെ സിംഗുലർ വെർബ് മാത്രമാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ഓർത്തു വച്ചോ. ഒരു മാർക്കാണ്. എക്സാമ്പിൾ എന്താ, എയ്തർ ഓഫ് ദം ഈസ് ഇൻവൈറ്റഡ് ടു ദ ഷോ. എയ്തർ ഓഫ് ദം ഈസ് ഇൻവൈറ്റഡ് ടു ദ ഷോ. എവരിബഡി ഹാസ് കം ടു ദ ക്ലാസ്. എവരിബഡി ഹാസ് കം ടു ദ ക്ലാസ്. എന്താ, ഇവിടെ എയ്തർ വന്നു, അതുകൊണ്ട് ഇവിടെ ഈസ് ചേർത്തു. ഇവിടെ എവരിബഡി വന്നു, അതുകൊണ്ട് ഇവിടെ എന്ത് ചേർത്തു, ഹാസ് എന്ന് പറയുന്നത് സിംഗുലർ വെർബ് അവിടെ യൂസ് ചെയ്തു. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഇനി PSC എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ് എട്ടാമത്തെ, ഈ പറയുന്ന നമ്മുടെ എട്ടാമത്തെ ലോ. ഡിസ്റ്റൻസ്, ടൈം, എമൗണ്ട് ഓഫ് മണി, ക്വാണ്ടിറ്റി, മെഷർമെൻറ്റ്, പീരീഡ് ഓഫ് ടൈം എന്നിവയുടെ കൂടെ സിംഗുലർ വെർബ് മാത്രമാണ് യൂസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ഡിസ്റ്റൻസിനെ കാണിക്കാൻ, എമൗണ്ട് ഓഫ് മണിയെ കാണിക്കാൻ, ടൈം, ക്വാണ്ടിറ്റി കാണിക്കാൻ, മെഷർമെൻറ്റ്, പീരീഡ് ഓഫ് ടൈം ഇവയുടെ എല്ലാം കൂടെ നമ്മൾ എന്താ ചേർക്കത്തുള്ളൂ, സിംഗുലർ വെർബ് മാത്രമാണ് യൂസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ്, ടൈം, എമൗണ്ട് ഓഫ് മണി, ക്വാണ്ടിറ്റി, മെഷർമെൻറ്റ്, പീരീഡ് ഓഫ് ടൈം ഇവയുടെ കൂടെ എന്താ നമ്മൾ ചേർക്കാൻ പാടുള്ളൂ, സിംഗുലർ വെർബ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ നോക്കിയേ, 5 കിലോമീറ്റർ ഈസ് നോട്ട് എ ലോങ് ഡിസ്റ്റൻസ്. ഓക്കെ, 5 കിലോമീറ്റർ ഈസ് നോട്ട് എ ലോങ് ഡിസ്റ്റൻസ്. 50 rupees is enough for a lunch. 10 kilo of rice is not a heavy to be lifted. 2 years is necessary to prepare for civil service exam. ഓക്കെ, നോക്കിയേ, ഇത് നോക്കിയേ മക്കളെ, എല്ലാത്തിലും നമ്മൾ പറഞ്ഞ കാര്യങ്ങളുണ്ട്. നോക്കിയേ, ഡിസ്റ്റൻസ് വന്നു ഇല്ലേ. രണ്ടാമത്തെ നോക്കിയേ, ഡിസ്റ്റൻസ് 5 കിലോമീറ്റർ ഈസ് ലോങ് ഡിസ്റ്റൻസ്, എ ലോങ് ഡിസ്റ്റൻസ്. അടുത്ത്
ടൈം ഇത് ഇവിടെ വന്നു. എന്താണ് ടൈമല്ല, എമൗണ്ട് ഓഫ് മണി വന്നു. 50 rupees ഈസ് ഇനഫ് ഫോർ എ ലഞ്ച്. അടുത്തത് 10 കിലോ, ക്വാണ്ടിറ്റി വന്നു. 10 കിലോ ഓഫ് റൈസ് ഈസ് നോട്ട് എ ഹെവി ടു ബി ലിഫ്റ്റഡ്. അടുത്ത് നോക്കിയേ, ഇയേഴ്സ്, അതായത് പീരീഡ് ഓഫ് ടൈം വന്നു. 2 years ഈസ് നെസസറി ടു പ്രിപ്പയർ ഫോർ സിവിൽ സർവീസ് എക്സാം. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് 9ാമത്തെ ലോയിലേക്ക് പോവാം. ഒരു സെൻറ്റൻസ് ജെറൻഡ് സബ്ജക്റ്റായി വരുമ്പോൾ വെർബ് സിംഗുലർ ആയിരിക്കണം. എന്താണ് മക്കളെ ജെറൻഡ് എന്ന് പറയുന്നത്? എപ്പോഴും PSC എക്സാമുകളിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ പറയുന്ന ജെറൻഡ് എന്ന് പറയുന്നത്. ജെറൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കിയാൽ മതി, ആ വെർബ് നമ്മളെടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് ING ഫോം വന്നു കഴിഞ്ഞാൽ അതെന്താണ്, അതാണ് അതിൻ്റെ ജെറൻഡ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ പ്ലേയിങ് എന്ന് പറയുന്നത് എന്താണ്, ജെറൻഡാണ്. ഓക്കെ, പ്ലേയിങ് ജെറൻഡാണ്. അതുകൊണ്ട് തന്നെ പ്ലേയിങ് വിത്ത് മാഡ് ഡോഗ്സ് ഈസ് വെരി ഡേഞ്ചറസ്. പ്ലേയിങ് വിത്ത് മാഡ് ഡോഗ് ഈസ് വെരി ഡേഞ്ചറസ്. അടുത്ത് നോക്കിയേ, സ്മോക്കിംഗ് എന്ന് പറയുന്നതാണ് ജെറൻഡ്. അതുകൊണ്ട് ഇവിടെ എന്താണ് വന്നത്, സിംഗുലർ വെർബാണ് വന്നത്. നോക്കിയേ, ഈസ്. അടുത്തതും എന്താണ്, ഈസാണ് വന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, സ്മോക്കിംഗ് ഇൻസൈഡ് ദ ബസ് ഈസ് പണിഷബിൾ. ഓക്കെ, അതങ്ങനെ തന്നെയാണ്. എന്താണ്, ബസ്സിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്താൽ പുക വലിച്ചാൽ അതെന്താണ്, ശിക്ഷാർഹമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ തൊട്ടപ്പുറത്ത് എന്ത് വന്നു, ജെറൻഡ് വന്നുകൊണ്ടാണ് എന്ത് വെർബ് എന്ന് പറയുന്നത് എന്ത് ഈസായിട്ട് മാറിയത്, അതായത് സിംഗുലർ വെർബായിട്ട് മാറിയത്. ഓക്കെ, നമുക്ക് 10ാമത്തെ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. കാരണം ഈ മോസ്റ്റ്ലി റിപ്പീറ്റഡ് എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ കോൺകോഡുമായി ബന്ധപ്പെട്ട് നമ്മുടെ എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചത് മക്കളെ. ഓക്കെ, നമുക്ക് നോക്കാം. as well as with, along with, together with, in addition to, in the company of, accompanied by, rather than, unlike, as much as, beside. ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നുകൂടി പറയാം. as well as with, along with, together with, in addition to, in the company of, accompanied by, rather than, unlike, much as, as much as, ബിസൈഡ്. ഏകദേശം 10ഓളം വാക്കുകളാണ് ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. 1 മാർക്കാണ് മക്കളെ ഇതിൻ്റെ അകത്ത്. ഏറ്റവും കൂടുതൽ PSC ചോദിച്ചേക്കണെയാണ് ഈ അസ്വല്ലസും അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന അക്കമ്പനീഡ് ബൈയും അതേപോലെ തന്നെ ഇൻ അഡീഷൻ ടു ഒക്കെ വെച്ച് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഇത് കറക്റ്റായിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. നോക്കിയേ, അതായത് ഈ പറയുന്ന അസ്വല്ലസ്, വിത്ത്, എലോങ് വിത്ത്, ടുഗെദർ വിത്ത്, ഇൻ അഡീഷൻ ടു, ഇൻ ദ കമ്പനി ഓഫ്, accompanied by, rather than, unlike, as, much, besides തുടങ്ങിയവയിൽ ഏതെങ്കിലും ഉപയോഗിച്ച് സബ്ജക്റ്റിനെ ബന്ധിപ്പിക്കുമ്പോൾ ആദ്യത്തെ സബ്ജക്റ്റ് അനുസരിച്ചായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ വെർബ് യൂസ് ചെയ്യേണ്ടത്. ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കണ ചോദ്യമാണ് കേട്ടോ. അതായത് ഈ പറയുന്ന as well as അല്ലെങ്കിൽ വിത്ത്, along with, together with, in addition to, in the company of, accompanied by, rather than, unlike ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണോ നിലവിൽ വരുന്നത്, അപ്പോൾ അതനുസരിച്ചായിരിക്കണം നമ്മൾ എന്ത് ചേർക്കേണ്ടത്, വെർബ് ചേർക്കേണ്ടത്. അതിൻ്റെ അകത്ത് ഇങ്ങനെ നമ്മൾ ഓർക്കണം. അതായത് ഈ പറയുന്ന ഏതെങ്കിലും ഉപയോഗിച്ച് സബ്ജക്റ്റ് ബന്ധിപ്പിക്കുമ്പോൾ ആദ്യത്തെ സബ്ജക്റ്റാണ് നമ്മൾ എപ്പോഴും പരിഗണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു as well as ഇതൊക്കെ വന്ന് നമ്മൾ എന്താണ് 2 സബ്ജക്റ്റിനെ ബന്ധിപ്പിക്കുകയാണെങ്കിൽ ആദ്യത്തെ സബ്ജക്റ്റ് അനുസരിച്ചായിരിക്കണം നമ്മൾ എന്ത് ചേർക്കേണ്ടത്, വെർബ് എഴുതേണ്ടത്. ആദ്യത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും എന്തായിരിക്കും, സിംഗുലർ ആയിരിക്കും. ഇനി ആദ്യത്തെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലോ വെർബും എന്ത് തന്നെയായിരിക്കണം, പ്ലൂറലായിരിക്കണം. ഇത്രയും കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഏറ്റവും കൂടുതൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് മക്കളെ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും പഠിച്ചു വച്ചോ. അതായത് as well as, with, along with, together with, in addition to, in the company of, accompanied by, rather than, unlike, as much as, beside ഇവ ഏതെങ്കിലും ഉപയോഗിച്ച് 2 സബ്ജക്റ്റിനെ ബന്ധിപ്പിക്കുമ്പോൾ ആദ്യത്തെ സബ്ജക്റ്റ് അനുസരിച്ചായിരിക്കണം വെർബ് എഴുതേണ്ടത്. ആദ്യത്തെ സബ്ജക്റ്റ് അനുസരിച്ചായിരിക്കണം വെർബ് എഴുതേണ്ടത്. ആദ്യത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും. ആദ്യത്തെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും എന്ത് തന്നെയായിരിക്കും, പ്ലൂറൽ ആയിരിക്കും. ഈ ഒരു ലോ ആണ് ഏറ്റവും കൂടുതൽ തവണ PSC മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത് കോൺകോഡിൽ നിന്ന്. 10ാമത്തെ നമ്മുടെ ലോ. ഓക്കെ, അപ്പോൾ നോക്കിയേ, എക്സാമ്പിളിലേക്ക് പോവാം. The chief minister as well as 2 other minister is visiting the place today.
എന്താണ് ഈ പറയുന്ന ദ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അതിൻ്റെ കൂടെ എന്താണ് as well as വെച്ച് ബന്ധിപ്പിച്ചു. അപ്പോൾ എന്താണ് ആദ്യത്തെ സബ്ജക്റ്റ് ഏതാ ചീഫ് മിനിസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വരുന്നു എന്ത് ഈസാണ് ഇവിടുത്തെ സിംഗുലർ വെർബായിട്ട് വന്നത്. ഓക്കെ, അടുത്ത് നോക്കിയേ. ദ സ്റ്റുഡൻസ് ആസ് വെൽ ആസ് ദ ടീച്ചർ ഹാവ് എൻറ്റേർഡ് ദ ക്ലാസ് റൂം. അപ്പോൾ നോക്കിയേ, സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു. സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എന്താണ്? പ്ലൂറലാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് വന്നു മക്കളെ? ഹാവ് വന്നു. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഓക്കെ, അടുത്ത് നോക്കിയേ. ഹാരി എലോങ് വിത്ത് ഹിസ് ഫ്രണ്ട്സ് ഈസ് പ്രിപ്പയറിങ് ഫോർ സിവിൽ സർവീസ്. ഇതിൻ്റെ ഹാരി എലോങ് വിത്ത് ഹിസ് ഫ്രണ്ട്സ്. ആദ്യം ആരാ വന്നേ? ഹാരി എന്ന് പറയുന്ന ആളാണ് ആദ്യം വന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ സബ്ജക്റ്റ് സിംഗുലറാണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് പറമക്കളെ ഏതാണ്? ഈസാണ്. ഓക്കെ, അതായത് സിംഗുലറാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു ലോ നമ്മുടെ അടുത്ത് പറയുന്നത്? അതായത് രണ്ട് എന്താണ് സബ്ജക്റ്റിന്, അതായത് നിലവിലെന്താണ് സബ്ജക്റ്റുകളെ എന്താണ് as well as വെച്ച് കൂട്ടി യോജിപ്പിക്കുമ്പോൾ ആദ്യത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കും. ആദ്യത്തെ സബ്ജക്റ്റ് എന്താണ് പ്ലൂറൽ ആണെങ്കിൽ വെർബും എന്ത് തന്നെയായിരിക്കും? നമ്മുടെ എന്തായിരിക്കും? വെർബും പ്ലൂറൽ തന്നെയായിരിക്കും. ഓക്കെ അല്ലേ മക്കളെ? സെറ്റല്ലേ? ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം 11ാമത്തെ നമ്മുടെ ലോ. ഓർ എയ്തർ ഓർ നെയ്തർ നോർ നോട്ട് ഓൺലി ബട്ട് ഓൾസോ. എയ്തർ ഓർ എയ്തർ ഓർ നെയ്തർ ഓർ നോട്ട് ഓൺലി ബട്ട് ഓൾസോ. അപ്പോൾ ഓർ എയ്തർ ഓർ നെയ്തർ നോർ നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്നിവയിൽ ഏതെങ്കിലും ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റിനെ ബന്ധിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റ് as well as വരുമ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? ആദ്യത്തെ സബ്ജക്റ്റാണ്. പക്ഷേ ഇതാണെങ്കിലോ രണ്ടാമത്തെ സബ്ജക്റ്റ് അനുസരിച്ചായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വെർബ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താണ്? ഓറോ എയ്തർ ഓറ് നെയ്തർ ഓറ് നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഇത്രയും സാധനങ്ങൾ വന്നു കഴിയുമ്പോൾ എന്തായിരിക്കണം ചെയ്യേണ്ടത്? നിലവിൽ നമ്മൾ എന്താണ് സബ്ജക്റ്റ്, അതായത് രണ്ടാമത്തെ സബ്ജക്റ്റ് അനുസരിച്ചായിരിക്കണം നമ്മൾ എന്ത് ചെയ്തേണ്ടത്? വെർബ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും. രണ്ടാമത്തെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും എന്ത് തന്നെ ആയിരിക്കും? പ്ലൂറലായിരിക്കും. ഒത്തിരി തവണ ഇതും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഓർത്തു വച്ചോ, രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ചാണ് ഏത് വരുന്നത്? ഓറ് എയ്തർ ഓറ് നെയ്തർ ഓറ് നോട്ട് ഓൺലി ബട്ട് ഓൾസോ വന്നാൽ രണ്ടാമത്തെ സബ്ജക്റ്റ് അനുസരിച്ചായിരിക്കണം വെർബ് എഴുതേണ്ടത്. നോക്കിയേ, നെയ്തർ ദ ചെയർമാൻ നോർ ദ മെമ്പേഴ്സ്. അതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്? ഹാവ് കം. ഓക്കെ, അപ്പോൾ എന്താണ്? നെയ്തർ ദ ചെയർമാൻ നോർ ദ മെമ്പേഴ്സ് വന്നുകൊണ്ട് ഇവിടെ എന്ത് വന്നു? ഹാവ് വന്നു. അടുത്തത് നോട്ട് ഓൺലി ദ മെമ്പേഴ്സ് ബട്ട് ഓൾസോ ദ ചെയർമാൻ. ഓക്കെ, അപ്പോൾ എന്താണ്? രണ്ടാമത്തെ സബ്ജക്റ്റ് നോക്കിയേ, ഇവിടെ ചെയർമാനാണ് വന്നത്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത് മക്കളെ? ഹാസ് വന്നത്. സെറ്റല്ലേ? ഓക്കെ, അപ്പോൾ ആദ്യത്തെ സബ്ജക്റ്റ് അല്ല, രണ്ടാമത്തെ സബ്ജക്റ്റാണ് ഏത്? ഓറ് നെയ്തർ ഓറ് നോട്ട് ഓൺലി ബട്ട് ഓൾസോ. as well as as much as എലോങ് ടുഗെദർ വിത്ത് അതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് സബ്ജക്റ്റ് അനുസരിച്ചായിരിക്കണം. രണ്ടും എപ്പോഴും മാറിപ്പോവാനായിട്ട് തോന്നും, പക്ഷേ മാറിപ്പോകരുത്. നമ്മുടെ ഉത്തരം ഇങ്ങനെ ആയിരിക്കണം വരേണ്ടത്. നമുക്ക് അടുത്ത ലോയിലേക്ക് പോവാം. 12ാമത്തെ ലോ. കാറ്റിൽ, കാവലറി, ക്ലർജി, ജെൻട്രി, പീപ്പിൾ, പോലീസ് എന്നിവ ഒറ്റ നോട്ടത്തിൽ നമ്മൾ എന്തായിട്ട് തോന്നും? സിംഗുലർ ആണെന്ന് തോന്നും. പക്ഷേ ഇതെന്താ? പ്ലൂറലാണ്. ഓക്കെ, അപ്പോൾ കാറ്റിൽ, കാവലറി, ക്ലർജി, ജെൻട്രി, പീപ്പിൾ, പോലീസ് പഠിച്ചു വച്ചോ, ഒരു മാർക്ക് ഷുവറാണ്. നോക്കി, കാറ്റിൽ, ഓക്കെ, കാവലറി, ക്ലർജി, ജെൻട്രി, പീപ്പിൾ, പോലീസ് ഇവ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ എന്താണ്? ഇത് എന്താണ്? സിംഗുലറാന്ന് തോന്നും. പക്ഷേ ഇതെന്താ? പ്ലൂറലായിട്ടാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടെ എന്താണ്? പ്ലൂറൽ വെർബാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. പ്ലൂറൽ വെർബ്. നോക്കിയേ, ദ കാറ്റിൽ ആർ ഗ്രേസിങ് ഇൻ ദ ഫീൽഡ്. ദ കാറ്റിൽ ആർ ഗ്രേസിങ് ഇൻ ദ ഫീൽഡ്. ദ പോലീസ് ഹാവ് അറസ്റ്റഡ് ഹിം. പോലീസ് എന്ന് പറയുന്നത് എന്താ? ഒരു വ്യക്തിയല്ല. ആ പോലീസ് എന്ന് പറയുന്ന സേനയെ മൊത്തമായിട്ടാണ് പറയുന്നത് എന്ത്? പോലീസ് എന്ന്. ഓക്കെ, അതേപോലെ കാറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ്? പശുവിനെ അല്ല, അതായത് പശുക്കൂട്ടത്തെ, കന്നുകാലി കൂട്ടത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന കാറ്റിൽ എന്ന് പറയുന്നത്. ഇനി ദ വേർഡ് പബ്ലിക് ഈസ് യൂസ്ഡ് ബോത്ത് ആസ് എ സിംഗുലർ ആൻഡ് പ്ലൂറൽ. ഓക്കെ, പബ്ലിക് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? ചില സമയങ്ങളിൽ സിംഗുലറായിട്ടും ചില സമയങ്ങളിൽ എന്താണ്? പ്ലൂറലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് 13ാമത്തെ ലോയിലേക്ക് പോവാം. ഇത്രയും കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ കോൺകോഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോന്നിനും നിങ്ങൾക്ക് ഓരോ എക്സാമ്പിൾ ഉൾപ്പെടെ ഇതെന്ത് ചെയ്തത്?
പറഞ്ഞു തരുന്നത്. അപ്പോൾ മൊത്തമായിട്ട് ഇത് കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും 1 അല്ലെങ്കിൽ 2 മാർക്ക് ഈ പറയുന്ന LDCക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ. 13ാമത് ലോ, ന്യൂസ്, സംവൺ, ക്രോസ്, റോഡ്, വേജസ്, പൊളിറ്റിക്സ്, ഫിസിക്സ്, മാത്തമാറ്റിക്സ്, എക്കണോമിക്സ്, ഡിസീസ് ലൈക്ക് മീസൽസ്, മംസ്, റിക്കറ്റ്സ് തുടങ്ങിയ സബ്ജക്റ്റ് പ്ലൂറലായി തോന്നാമെങ്കിലും ഇവയെ സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അതിനാൽ ഇവയുടെ കൂടെ സിംഗുലർ വെർബ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, യൂസ് ചെയ്യത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ന്യൂസ് ആണെങ്കിലും സംവൺസ്, ക്രോസ്, റോഡ്സ്, വേജ്, പൊളിറ്റിക്സ്, ഫിസിക്സ്, മാത്തമാറ്റിക്സ്, എക്കണോമിക്സ്, ഡിസീസ് ലൈക്ക് മീസൽസ്, മംസ്, റിക്കറ്റ്സ് ഇത്രയും കാര്യങ്ങൾ സബ്ജക്റ്റ് എന്താണ്, ഇവയെല്ലാം പ്ലൂറലായി തോന്നാമെങ്കിലും ഇവയുടെ കൂടെ എന്താണ്, സിംഗുലർ ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. ദ വേജസ് ഓഫ് സിൻ ഈസ് ഡെത്ത്. ബാഡ് ന്യൂസ് ട്രാവൽസ് ഫാസ്റ്റ്. ബാഡ് ന്യൂസ് ട്രാവൽസ് ഫാസ്റ്റ്. എന്തുകൊണ്ടാണ്? ന്യൂസ് വന്നുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്, ട്രാവൽസ് എന്ന് വന്നത്. അതേപോലെ തന്നെ എന്താണ്, വേജസ് ഓഫ് സിൻ ഈസ് ഡെത്ത്. ഓക്കെ, അതുകൊണ്ടാണ് സിംഗുലർ വന്നത്. അടുത്തത് സ്പെക്ടാക്കിൾസ്, സിസേഴ്സ്, പ്ലെയേഴ്സ്, ട്രൗസേഴ്സ്, പാൻസ്, ജീൻസ്, പൈജാമ, ഷൂ, സോക്സ്, ഗ്ലൗസ്, ബൈനാക്കുലേഴ്സ് തുടങ്ങിയ പ്ലൂറൽ ആയി പരിഗണിക്കുന്നതിനാൽ ഇവയുടെ കൂടെ വെർബ് എപ്പോഴും പ്ലൂറലാണ് നമ്മൾ ചേർക്കത്തുള്ളൂ. ഓക്കെ. അതായത് ഈ പറയുന്ന എന്താണ്, സിസേഴ്സ് ആണെങ്കിലും പ്ലെയേഴ്സ് ആണെങ്കിലും സ്പെക്ടാക്കിൾസ് ആണെങ്കിലും ട്രൗസേഴ്സ്, പാൻസ്, ജീൻസ്, പൈജാമ, ഷൂസ്, സോക്സ്, ഗ്ലൗസ് ഇതൊക്കെ എന്താ, നമ്മളെപ്പോഴും ഒരെണ്ണമാണെന്ന് തോന്നും, പക്ഷേ ഇതൊക്കെ എന്താണ്, പ്ലൂറലായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. ദോസ് സ്പെക്ടാക്കിൾസ് ആർ ഓഫ് നോ യൂസ് ടു മീ. ബ്ലാക്ക് പാൻസ് ആർ വെരി ഗുഡ് ഫോർ വൈറ്റ് ഷർട്ട്. ബ്ലാക്ക് പാൻസ് ആർ. ഓക്കെ. അപ്പോൾ എന്താണിത്, പ്ലൂറലായിട്ടായതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്, പ്ലൂറൽ വെർബ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ ഇവയുടെ മുമ്പിൽ എ പെയർ ഓഫ് എന്ന് വരികയാണെങ്കിൽ, ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവയുടെ മുമ്പിൽ എന്ത് വന്നു, എ പെയർ ഓഫ് എന്ന് വരികയാണെങ്കിൽ അവിടെ എന്താണ്, വെർബ് സിംഗുലർ ആയിരിക്കും. ഓക്കെ. അപ്പോൾ എ പെയർ ഓഫ് എന്ന് വന്നു കഴിഞ്ഞാൽ എ പെയർ ഓഫ് ഷൂ ഹാസ് ബീൻ ബോട്ട് ഫോർ മൈ സൺ. അങ്ങനെ വന്നപ്പോൾ എന്ത് ചേർത്തു, ഹാസ് ചേർത്തു. ഓക്കെ. അപ്പോൾ എന്താണ്, എ പെയർ ഓഫ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്താ നമ്മൾ ചേർക്കേണ്ടത്, അവിടെ നമ്മൾ സിംഗുലറാണ് യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എപ്പോഴും എന്ത് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്, അതായത് ആ ഒരു വേർഡ് തന്നെയാണെങ്കിൽ അതിൻ്റെ മുമ്പിൽ നമ്മൾ എന്താ ചേർക്കാമുള്ളൂ, പ്ലൂറലാണ് ചേർക്കാമുള്ളൂ. അതിൻ്റെ കൂടെ പെയർ ഓഫ് എന്ന് ചേർത്ത് കഴിഞ്ഞാൽ മക്കളെ, അതിൻ്റെ കൂടെ പെയർ ഓഫ് എന്ന് ചേർത്ത് കഴിഞ്ഞാൽ എന്ത് ചേർക്കണം, നമ്മൾ സിംഗുലറാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അടുത്തത് 15ാമത്തെ നമ്മുടെ ലോയാണ് കളക്റ്റീവ് നൗൺസ് പ്ലസ് ഓഫ് പ്ലസ് നൗൺ സാധാരണയായി സിംഗുലർ വെർബായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ കളക്റ്റീവ് നൗൺസ്, അപ്പോൾ കളക്റ്റീവ് നൗൺസിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ എന്താ ചേർക്കാറുള്ളൂ, ഈ പറയുന്ന ഇങ്ങനെയാണ് ചേർക്കാറുള്ളൂ. അതായത് കളക്റ്റീവ് നൗൺസ് പ്ലസ് ഓഫ് പ്ലസ് നൗൺ ഇവ വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മളെന്താണ്, അവയുടെ കൂടെ സിംഗുലറാണ് യൂസ് ചെയ്യാറുള്ളൂ. നോക്കിയേ, എ ഗ്രൂപ്പ് ഓഫ് പൊളിറ്റീഷ്യൻസ് ഹാസ് കം. എ ഗ്രൂപ്പ് ഓഫ് പൊളിറ്റീഷ്യൻ ഹാസ് കം. ഓക്കെ. അടുത്ത് നോക്കിയേ, എ ഗ്യാങ് ഓഫ് തീവ്സ് ഹാസ് എൻറ്റേർഡ് ദ ബാങ്ക്. ദ ഗ്യാങ് ഓഫ് തീവ്സ് അതായത് എന്താണ്, കള്ളന്മാരുടെ കൂട്ടം എന്ത് ചെയ്തു, ബാങ്കിലേക്ക് കടന്നു. അതേപോലെ എ ഗ്രൂപ്പ് ഓഫ് പൊളിറ്റീഷ്യൻ ഹാസ് കം അതായത് എന്താണ്, ഒരു കൂട്ടം രാഷ്ട്രീയക്കാർ കടന്നു വന്നു. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ എന്ത് ചേർത്തത്, ഹാസ്. ഓക്കെ. അപ്പോൾ ഒരു കളക്റ്റീവ് നൗൺസിൻ്റെ കൂടെ ഓഫ് പ്ലസ് നൗണ് നോക്കിയേ, കളക്റ്റീവ് നൗൺസ് വന്നു, ഓഫ് വന്നു, പ്ലസ് നൗൺസ് വന്നു, അതിൻ്റെ കൂടെ എന്ത് ചേർക്കും, നമ്മൾ സിംഗുലർ വെർബാണ് ഉപയോഗിക്കത്തുള്ളൂ. അടുത്ത് നോക്കിയേ, എ ഗ്യാങ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കളക്റ്റീവ് നൗൺ, അതിൻ്റെ കൂടെ ഓഫ് വന്നു, അതിൻ്റെ കൂടെ നൗൺ തീവ്സ് വന്നു, അതിൻ്റെ കൂടെ എന്താ നമ്മൾ ചേർക്കാമുള്ളൂ, പറ മക്കളെ, എന്താണ്, ഹാസ് ആണ് നമ്മൾ ചേർക്കാമുള്ളൂ, അതായത് സിംഗുലർ വെർബ്. ഇനി 16ാമത്തെ ലോസിലേക്ക് നമുക്ക് പോവാം. കമ്മിറ്റി, ഓർഗനൈസേഷൻ, ടീം, ജൂറി, ഫാമിലി തുടങ്ങിയ കളക്റ്റീവ് നൗണിന് മുമ്പിൽ ചില അവസരങ്ങളിൽ സിംഗുലർ വെർബും ചില അവസരങ്ങളിൽ നമ്മൾ എന്ത്, പ്ലൂറൽ വെർബുമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ കമ്മിറ്റി ഉണ്ട്, ഓർഗനൈസേഷൻ, ടീം, ജൂറി, ഫാമിലി തുടങ്ങിയ കളക്റ്റീവ് നൗണിന് ചില അവസരങ്ങളിൽ സിംഗുലർ വെർബും ചില അവസരങ്ങളിൽ നമ്മൾ എന്താ, പ്ലൂറൽ വെർബുമാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ചില അവസരങ്ങളിൽ സിംഗുലർ വെർബും ചില അവസരങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, പ്ലൂറൽ വെർബും യൂസ് ചെയ്യും. ഓക്കെ. നോക്കാം നമുക്ക് എക്സാമ്പിൾ. ദ കമ്മിറ്റി ഹാസ് ടേക്കൺ എ ഡിസിഷൻ യുനാനിമസ്ലി. ഓക്കെ. ദ കമ്മിറ്റി ഹാസ് ടേക്കൺ
എ ഡിസിഷൻ യുനാനിമസ്ലി. ഓക്കെ, അപ്പോൾ എന്താണ് കമ്മിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരേപോലത്തെ ഒരു തീരുമാനം എടുത്തു എന്നല്ലേ അതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ കമ്മിറ്റി മൊത്തമായി സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് അവിടെ എന്തു വന്നത്? ഹാസ് വന്നത്. കാരണം ആ കമ്മിറ്റി എന്ന് പറയുന്നത് ആ ഒരു കൂട്ടമാണ് ഉദ്ദേശിക്കുന്നത്. അവരെടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഒന്നായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. എക്സാമ്പിൾ, ദ കമ്മിറ്റി ആർ ഡിവൈഡഡ് ഓൺ ഡിഫറെൻറ്റ് ഒപ്പീനിയൻ. ഓക്കെ, ദ കമ്മിറ്റി ആർ ഡിവൈഡഡ് ഓൺ ഡിഫറെൻറ്റ് ഒപ്പീനിയൻ. ഇവിടെ എന്താ? കമ്മിറ്റിയിലെ അംഗങ്ങളെ സൂചിപ്പിക്കുന്നു, അതായത് ഓരോരുത്തരെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ദ കമ്മിറ്റി ആർ ഡിവൈഡഡ് ഓൺ ഡിഫറെൻറ്റ് ഒപ്പീനിയൻ, ഓരോരുത്തരുടെയും ഒപ്പീനിയൻ പല പല എന്താണ് നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പല പല കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ദ കമ്മിറ്റി ആർ ഡിവൈഡഡ് ഓൺ ഡിഫറെൻറ്റ് ഒപ്പീനിയൻ. ഇവിടെ കമ്മിറ്റിയിലെ അംഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. മറ്റതെന്തായിരുന്നു? കമ്മിറ്റിയെ മൊത്തമായിട്ടാണ് ദ കമ്മിറ്റി ഹാസ് ടേക്കൺ ഡിസിഷൻ യുനാനിമസ്ലി എന്ന് പറയുമ്പോൾ അതെന്താണ്? സിംഗുലറാണ്. കാരണം മൊത്തത്തിലാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കിയേ, ഇവിടെ ഓരോന്നിനെക്കുറിച്ച് പറയുമ്പോൾ എന്താണ്? അല്ലെങ്കിൽ പല അഭിപ്രായങ്ങളാണ് അവിടെ വരുന്നത്. ഡിഫറെൻറ്റ് ഒപ്പീനിയൻ. മറ്റത് യുനാനിമസ്ലി, ഒറ്റ അഭിപ്രായമുള്ളൂ. ഇവിടെ എന്താ? ഡിഫറെൻറ്റ് ഒപ്പീനിയൻ. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്? നമ്മുടെ പ്ലൂറൽ വെർബ് വന്നത്. സെറ്റല്ലേ? അടുത്ത് നമുക്ക് നോക്കാം. മോസ്റ്റ് ഓഫ്, എ ലോട്ട് ഓഫ്, ഹാഫ് ഓഫ്, പ്ലെൻറ്റി ഓഫ്, എ ഗ്രേറ്റ് ഡീൽ ഓഫ്. ഓക്കെ, അപ്പോൾ ഇവയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടങ്ങിയവയ്ക്ക് ശേഷം കൗണ്ടബിൾ നൗൺ ആണെങ്കിൽ പ്ലൂറൽ വെർബും, അൺകൗണ്ടബിൾ നൗൺ ആണ് വരുന്നതെങ്കിൽ സിംഗുലർ വെർബുമാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ മോസ്റ്റ് ഓഫ്, എ ലോട്ട് ഓഫ്, ഹാഫ് ഓഫ്, പ്ലെൻറ്റി ഓഫ്, എ ഗ്രേറ്റ് ഡീൽ ഓഫ്, ഇത്രയും സംഭവങ്ങൾ വന്നതിന് ശേഷം കൗണ്ടബിൾ, അതായത് എണ്ണാൻ പറ്റുന്നതാണെങ്കിൽ പ്ലൂറൽ വെർബും, അൺകൗണ്ടബിൾ നമുക്ക് എണ്ണാൻ പറ്റാത്തതാണ് വരുന്നതെങ്കിൽ അവിടെ എന്താ ഉപയോഗിക്കേണ്ടത്? സിംഗുലർ വെർബുമാണ് ഉപയോഗിക്കേണ്ടത്. ഓർത്തു വച്ചോ, ഒന്നുകൂടെയും പറയാം. മോസ്റ്റ് ഓഫ്, എ ലോട്ട് ഓഫ്, പ്ലെൻറ്റി ഓഫ്, അതേപോലെ തന്നെ എന്താണ്? എ ഗ്രേറ്റ് ഡീൽ ഓഫ്, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇവയിൽ കൗണ്ടബിൾ, അതായത് എണ്ണാൻ പറ്റുന്നതാണെങ്കിൽ പ്ലൂറൽ വെർബും, അൺകൗണ്ടബിൾ നമുക്ക് എണ്ണാൻ പറ്റാത്തതാണ് ഇവിടെ കൂടെ വരുന്നതെങ്കിൽ അവിടെ നമ്മൾ സിംഗുലർ വെർബുമാണ് ഉപയോഗിക്കേണ്ടത്. മക്കളെ മനസ്സിലായില്ലേ? സെറ്റല്ലേ? അതായത് മോസ്റ്റ് ഓഫ്, എ ലോട്ട് ഓഫ്, ഹാഫ് ഓഫ്, പ്ലെൻറ്റി ഓഫ്, എ ഗ്രേറ്റ് ഡീൽ ഓഫ് തുടങ്ങിയവയ്ക്ക് ശേഷം കൗണ്ടബിൾ നൗൺ ആണെങ്കിൽ പ്ലൂറലും, അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? സിംഗുലർ വെർബുമാണ് ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, എ ലോട്ട് ഓഫ് വേക്കൻസീസ് ആർ റിപ്പോർട്ടഡ്. എ ലോട്ട് ഓഫ് വേക്കൻസീസ് ആർ റിപ്പോർട്ടഡ്. അടുത്ത്, പ്ലെൻറ്റി ഓഫ് ഷുഗർ ഈസ് ലോസ്റ്റ്. പ്ലെൻറ്റി ഓഫ് ഷുഗർ ഈസ് ലോസ്റ്റ്. അത് അതിൻ്റെ അകത്ത് നമുക്ക് വന്ന ഒരു ചെറിയൊരു ഇതാണ് കേട്ടോ. ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ പോയതാണ്. പ്ലെൻറ്റി, PLENTY, പ്ലെൻറ്റി ഓഫ് ഷുഗർ ഈസ് ലോസ്റ്റ്. പ്ലെൻറ്റി ഓഫ് ഷുഗർ ഈസ് ലോസ്റ്റ്. നോക്കിയ മക്കളെ, എക്സാമ്പിൾ ഫസ്റ്റ്, എ ലോട്ട് ഓഫ് വേക്കൻസീസ് ആർ റിപ്പോർട്ടഡ്. അതെന്താ? നമുക്കിപ്പോൾ PSC ഇത്ര വേക്കൻസി റിപ്പോർട്ട് ചെയ്തു, നമുക്കത് എടുക്കാൻ പറ്റത്തില്ല എത്ര വേക്കൻസിയാണെന്നുള്ളത്. 50 ആവാം, 100 ആവാം, 150 ആവാം, 200 ആവാം, 250 ആവാം, 500 വേക്കൻസി LDCക്ക് റിപ്പോർട്ട് ചെയ്യട്ടെ. അങ്ങനെ നിങ്ങളെല്ലാവരും ജോലിക്ക് കയറാനായിട്ട് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എന്താണ്? ആ വേക്കൻസീസൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എണ്ണാനായിട്ട് പറ്റും. അപ്പോൾ എണ്ണാനായിട്ട് പറ്റുകയാണെങ്കിൽ നമ്മളവിടെ എന്താ? പ്ലൂറൽ വെർബ് ഉപയോഗിക്കണ്ടേ? മനസ്സിലായില്ലേ? അപ്പോൾ എണ്ണാനായിട്ടാണെങ്കിൽ നമ്മൾ പ്ലൂറൽ വെർബ്, എണ്ണാൻ പറ്റുന്ന കൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ പ്ലൂറൽ വെർബും, അൺകൗണ്ടബിൾ നൗൺസ്, പ്ലെൻറ്റി ഓഫ് ഷുഗർ ഈസ് ലോസ്റ്റ്, അവിടെ എന്താണ്? നഷ്ടപ്പെട്ട ഷുഗർ എത്രയാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റുമോ? അതായത് 250 എണ്ണം ഷുഗർ നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ 1000 എണ്ണം ഷുഗർ നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ എന്താ? അത് അൺകൗണ്ടബിൾ അല്ല. അതുകൊണ്ടാണ് അവിടെ എന്ത് യൂസ് ചെയ്തത്? സിംഗുലർ വെർബ് യൂസ് ചെയ്തത്. ഇവിടെ എന്താണ്? നിലവിൽ എണ്ണാൻ പറ്റും, അതുകൊണ്ടാണ് അവിടെ എന്ത് യൂസ് ചെയ്തത്? 6 പ്ലൂറൽ വെർബ് യൂസ് ചെയ്ത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. 18ാമത്തെ, ബോത്ത്, ഫ്യൂ, എ ഫ്യൂ, സെവറൽ തുടങ്ങിയ പദങ്ങൾക്ക് ശേഷം പ്ലൂറൽ വെർബ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ്? ഈ പറയുന്ന ബോത്ത്, അതേപോലെ ഫ്യൂ, എ ഫ്യൂ, സെവറൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി തവണ ചോദിക്കാറുണ്ട്. ഉറപ്പായിട്ടും പഠിച്ചു വയ്ക്കണം മക്കളെ. കാരണം എന്താണ്? അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും. ബോത്ത്, ഫ്യൂ, എ ഫ്യൂ, സെവറൽ തുടങ്ങിയ പദങ്ങൾക്ക് ശേഷം പ്ലൂറൽ വെർബ് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. എ ഫ്യൂ സ്റ്റുഡൻസ് ആർ
ഗുഡ് അറ്റ് ഇംഗ്ലീഷ്. എ ഫ്യൂ സ്റ്റുഡൻസ് ആർ ഗുഡ് അറ്റ് ഇംഗ്ലീഷ്. അപ്പോൾ അവിടെ എന്ത് വന്നു? എ ഫ്യൂ വന്നു. അതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്? 6 വന്നത്. അപ്പോൾ എ ഫ്യൂ വന്നു, അവിടെ എന്ത് വന്നു? 6 വന്നു. അടുത്ത് നോക്കിയേ, ബോത്ത് ഓഫ് ദം ആർ കമ്മിങ് ഹിയർ. ബോത്ത് ഓഫ് ദം ആർ കമ്മിങ് ഹിയർ. എന്ത് വന്നു? ബോത്ത് വന്നു. അതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്? 6 വന്നത്. ഓക്കെ, ഇനി നമുക്ക് 19ാമത്തെ ലോയിലേക്ക് പോകാം. വൺ ഓഫ് ദയ്ക്ക് ശേഷം പ്ലൂറൽ നൗൺ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. വൺ ഓഫ് ദയ്ക്ക് ശേഷം പ്ലൂറൽ നൗൺ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിനുശേഷം വരുന്ന വെർബ് സിംഗുലർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ, വൺ ഓഫ് ദ ബോയ്സ് കംസ് ഹിയർ. ഓക്കെ, എന്നാൽ വൺ ഓഫ് ദയ്ക്ക് ശേഷം പ്ലൂറൽ നൗണും ഒരു റിലേറ്റീവ് പ്രോനൗണും വരികയാണെങ്കിൽ റിലേറ്റീവ് പ്രോനൗനോട് ചേർന്ന് വരുന്ന വെർബ് എപ്പോഴും പ്ലൂറൽ ആയിരിക്കും. അതായത് മെയിൻ വെർബ് എപ്പോഴും എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. എക്സാമ്പിൾ നോക്കിയേ, വൺ ഓഫ് ദ ബോയ്സ് ഹൂ കംസ് ഹിയർ ഈസ് മൈ കസിൻ. ഓക്കെ, അവിടെ എന്ത് വന്നു? റിലേറ്റീവ് പ്രോനൗൺ വന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്? ഈസ് വന്നത്. ഓക്കെ, ഈസ് വന്നത് റിലേറ്റീവ് പ്രോനൗൺ അവിടെ വന്നതുകൊണ്ടാണ്. ഓക്കെ, ഇനി ദാറ്റ് വാസ്, വിച്ച് എന്നിവയാണ് റിലേറ്റീവ് പ്രോനൗൺ. ദാറ്റ്, വാട്ട്, വിച്ച്. ഓക്കെ, ദാറ്റ്, വാട്ട്, വിച്ച് ഇതൊക്കെ എന്താണ്? റിലേറ്റീവ് പ്രോനൗൺ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. 20ാമത്തെ ലോയിലേക്ക് പോകാം. മെനി, എ ഗുഡ് മെനി എന്നിവയ്ക്ക് ശേഷം പ്ലൂറൽ വെർബാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ മെനി, എ ഗുഡ് മെനി എന്നിവയ്ക്ക് ശേഷം എന്താ ഉപയോഗിക്കേണ്ടത്? പ്ലൂറൽ നൗണാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, നോക്കിയേ, മെനി സ്റ്റുഡൻസ് ആർ പ്രസൻറ്റ് ടുഡേ. ഓക്കെ, അപ്പോൾ മെനി സ്റ്റുഡൻസ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് മെനി വന്നുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്? സ്റ്റുഡൻസ് എന്ന് പറയുന്ന പ്ലൂറൽ വെർബ് വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എ ഗുഡ് മെനി, എന്താണ്? എ ഗുഡ് മെനി വന്നു. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചേർത്തു? ഇവിടെ വരുന്നത് ടീച്ചേഴ്സാണ്. അതായത് എന്താണ്? പ്ലൂറൽ വെർബാണ് അവിടെ വന്നത്. അതായത് അതുകൊണ്ടാണ് അവിടെ എന്ത് ചേർത്തത്? ടീച്ചേഴ്സ് എന്ന് ചേർത്ത്. എ ഗുഡ് മെനി അവിടെ വന്നു, ടീച്ചേഴ്സ് ചേർത്തു. എന്നാൽ മെനി എ വന്നാൽ സിംഗുലർ നൗണും സിംഗുലർ വെർബും മാത്രമേ ഉപയോഗിക്കാവൂ. അപ്പോൾ എന്നാൽ മെനി എ വന്നാൽ സിംഗുലർ നൗണും സിംഗുലർ വെർബുമാണ് ഉപയോഗിക്കാമുള്ളൂ. ഓക്കെ, ഇനി 21ാമത്തെ നമ്മുടെ ലോയിലേക്ക് പോകാം. എ നമ്പർ ഓഫ് എന്നതിന് ശേഷം പ്ലൂറൽ നൗണും പ്ലൂറൽ വെർബും ഉപയോഗിക്കണം. ഓക്കെ, എ നമ്പർ ഓഫ് എന്നതിന് ശേഷം പ്ലൂറൽ നൗണും അതേപോലെ തന്നെ എന്താണ്? പ്ലൂറൽ വെർബും. അങ്ങനെ തന്നെ പഠിച്ചു വച്ചോ. ഒത്തിരി തവണ PSC ചോദിച്ചേക്കണേ. ഡിഗ്രി ലെവലും LDC നിലവാരത്തിലൊക്കെ ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് കേട്ടോ ഇത്. എ നമ്പർ ഓഫ് എന്നതിന് ശേഷം പ്ലൂറൽ നൗണും പ്ലൂറൽ വെർബുമാണ് ഉപയോഗിക്കേണ്ടത്. നോക്കിയേ, എ നമ്പർ ഓഫ് അതുകൊണ്ട് എന്താണ്? പ്ലൂറൽ നൗൺ, ഫ്ലവേഴ്സ് ആർ ഗിവൺ ഹിയർ. ഓക്കെ, അടുത്തത്, എന്നാൽ ദ നമ്പർ ഓഫ് എന്നതിന് ശേഷം പ്ലൂറൽ നൗണും സിംഗുലർ വെർബും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ദ നമ്പർ ഓഫ് എന്നതിന് ശേഷം ദ നമ്പർ ഓഫ് മാംഗോസ് ഇൻ ദ ബാസ്ക്കറ്റ് ഈസ് 100. ഓക്കെ, അപ്പോൾ എന്താണ്? ദ നമ്പർ ഓഫ് എന്നതിന് ശേഷം പ്ലൂറൽ നൗണും അതേപോലെ തന്നെ എന്താണ്? സിംഗുലർ വെർബും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ദേ നോക്കിയേ, ദ നമ്പർ ഓഫ് മാംഗോസ് ഇൻ ദ ബാസ്ക്കറ്റ് ഈസ് 100. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. 22ാമത്തെ നമ്മുടെ ലോയിലേക്ക് പോകാം. മോർ ദാൻ വണ്ണിന് ശേഷം സിംഗുലർ നൗണും സിംഗുലർ വെർബുമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ മോർ ദാൻ വണ്ണിന് ശേഷം സിംഗുലർ നൗണും സിംഗുലർ വെർബുമാണ്. ഒത്തിരി അധികം ചോദിക്കാറൊന്നുമില്ല മോർ ദാൻ വണ്ണും അതേപോലെ തന്നെ മോർ ദാൻ വണ്ണിനെ കുറിച്ച്. അപ്പോൾ മോർ ദാൻ വണ്ണിന് ശേഷം സിംഗുലർ നൗണും സിംഗുലർ വെർബും എന്ന് മാത്രം ഓർത്ത് വച്ചാൽ മതി. ഓക്കെ, ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, മോർ ദാൻ 1 month ഈസ് ഇനഫ് ടു പ്രിപ്പയർ ഫോർ LD ക്ലർക്ക് എക്സാം. ഓക്കെ, അപ്പോൾ മോർ ദാൻ 1 month ഈസ് ഇനഫ് ടു പ്രിപ്പയർ ഫോർ LD ക്ലർക്ക് എക്സാം. എന്നാൽ മോർ ദാനിന് ശേഷം പ്ലൂറൽ നൗൺ വന്നാൽ പ്ലൂറൽ വെർബാണ് ഉപയോഗിക്കേണ്ടത്. നോക്കിയേ, മോർ ദാൻ 2000 people ഹാവ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ മോർ ദാൻ 2000 people ഹാവ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ലിസ്റ്റ് ഏത് കാലത്തെ ആണോ എന്തോ അറിയത്തില്ല. അപ്പോൾ എന്ത് ചെയ്യാം? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മോർ ദാനിന് ശേഷം സിംഗുലർ നൗൺ സിംഗുലർ വെർബ്, മോർ ദാനിന് ശേഷം പ്ലൂറൽ നൗൺ ആണെങ്കിൽ പ്ലൂറൽ വെർബുമായിരിക്കും യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് മോർ ദാനിന് ശേഷം പ്ലൂറൽ നൗൺ വന്നാൽ പ്ലൂറൽ വെർബ്, മോർ ദാനിന് ശേഷം സിംഗുലർ നൗൺ വന്നു കഴിഞ്ഞാൽ സിംഗുലർ വെർബുമായിരിക്കും യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് എന്ത് ചെയ്യാം?
ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. അപ്പോൾ ഈ പറയുന്ന 22 ലോസ് നിങ്ങൾ പഠിച്ചു എന്ന് കരുതുന്നു. കാരണം അത്രയും സിമ്പിളായിട്ട് അത്രയും എക്സാമ്പിൾസ് ഉൾപ്പെടുത്തിയാണ് നമ്മൾ പറഞ്ഞു തന്നത്. ഇനി അപ്പുറത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, കോൺകോഡിനെ കുറിച്ച് പഠിക്കാനില്ല. ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് മക്കളെ, ഏറ്റവും മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ് മൂന്നാമത്തെ ലോ. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 2 സിംഗുലർ സബ്ജക്റ്റിനെ എന്ത് ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുമ്പോൾ. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന നമ്മുടെ പൊസസീവ് അഡ്ജക്റ്റീവ്സ് വന്നു കഴിയുമ്പോഴുള്ള ലോസ് 4. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഡിസ്റ്റൻസ്, ടൈം, എമൗണ്ട് ഓഫ് മണി, മെഷർമെൻറ്റ്സ്, പീരീഡ് ഓഫ് ടൈം എന്നിവയുടെ കൂടെ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. അതും എന്താണ് ഒത്തിരി തവണ ചോദിക്കാറുള്ളതാണ്. പിന്നെ വരുന്നതാണ് സെൻറ്റൻസ് ജെറൻഡ്. അതായത് ജെറൻഡ് എന്നുള്ളത് നമുക്കറിയാലോ. ആക്ച്വലി എന്താണ്, ആ ഒരു വേർഡ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ING ഫോം ആണെങ്കിൽ അതെന്തായിരിക്കും, ജെറൻഡ് ആയിരിക്കും. അപ്പോൾ ജെറൻഡിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും എന്താ, സിംഗുലർ വെർബ് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. അതേപോലെ മോസ്റ്റ്ലി റിപ്പീറ്റഡ്, അതായത് എഗെയിൻ ആൻഡ് എഗെയിൻ റിപ്പീറ്റഡ് ദ ക്വസ്റ്റ്യൻ ആണ് ഇത്. അതായത് ആസ് വെൽ എസ്, വിത്ത്, എലോങ് വിത്ത്, ടുഗെദർ വിത്ത്, ഇൻ അഡീഷൻ ടു. ഓക്കെ, ഇതിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ എന്താണ്, നമ്മുടെ സബ്ജക്റ്റ് നോക്കുക. ആദ്യത്തെ സബ്ജക്റ്റ് നോക്കി, ആദ്യത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എന്തായിരിക്കും, അത് സിംഗുലർ വെർബായിരിക്കും. ഇനി ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ച് മാത്രം അത് ചെയ്യുക. ആദ്യത്തെ സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ എന്താണ്, വെർബും പ്ലൂറലായിരിക്കും. ഓക്കെ, ഇനി അതേപോലത്തെ തന്നെ എപ്പോഴും കൺഫ്യൂസിങ് ആയിട്ടോ മറ്റതാണ് ഓറ്, എയ്തർ ഓറ്, നെയ്തർ ഓറ്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഇതാണെങ്കിൽ എന്താണ്, രണ്ടാമത്തെ സബ്ജക്റ്റ് അനുസരിച്ചായിരിക്കണം നമ്മൾ എന്ത് ചെയ്തേണ്ടത്, വെർബ് എഴുതേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും. രണ്ടാമത്തെ സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിലോ വെർബും പ്ലൂറലായിരിക്കും. അപ്പോൾ അങ്ങനെ തന്നെ അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതേപോലെ തന്നെ പിന്നെ വരുന്ന ഏറ്റവും മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ പറയുന്ന നമ്മുടെ കളക്റ്റീവ് നൗൺസിൻ്റെ കൂടെയുള്ളതും. അതേപോലെ തന്നെ എന്താണ് നമ്മുടെ പോലീസ്, അതേപോലെ തന്നെ ക്യാറ്റിൽ, ക്ലർജി, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മൊത്തമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ട് നിങ്ങളെ നല്ലൊരു റാങ്കിലേക്ക് അത് എത്തിക്കുന്നതായിരിക്കും. നമുക്ക് അടുത്ത് നോക്കേണ്ട ചോദ്യം എന്ന് പറയുന്നത് മലയാളത്തിലെ ഗ്രാമറാണ്. ഓക്കെ, മലയാളം ഗ്രാമർ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നൗണാണ്, നൗൺ. അപ്പോൾ നൗണിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളിനി പഠിക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ അകത്ത് നൗണ്, അതിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് വരുന്നത് ഒരു വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ അവസ്ഥയുടെയോ പേരായ ശബ്ദത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നാമം എന്ന് വിളിക്കുന്നത്. ഒരു വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ അവസ്ഥയുടെയോ പേരായ ശബ്ദത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നൗൺ അല്ലെങ്കിൽ നാമം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ആവാം, അത് എന്താവാം, ഒരു വസ്തുവിൻ്റെ ആവാം, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ ആവാം, എന്തിൻ്റെ ആയിക്കോട്ടെ, എന്തിൻ്റെയെങ്കിലും പേരായ ശബ്ദത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നൗൺ അല്ലെങ്കിൽ നാമം എന്ന് വിളിക്കുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് കരുതുന്നു. അതായത് എന്താണ്, ഒരു വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ പേരായ ശബ്ദത്തെയാണ്, അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും പേരായ ശബ്ദത്തെ നമ്മൾ എന്തെന്ന് വിളിക്കാം, നമുക്ക് നൗൺ അല്ലെങ്കിൽ നാമം എന്ന് വിളിക്കാം. ഉദാഹരണം, അരുൺ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരാ. അതേപോലെ തന്നെ എറണാകുളം എന്ന് പറയുന്നത് എന്താ, ഒരു സ്ഥലത്തിൻ്റെ പേരാ. ഇനി വൃത്തം എന്ന് പറയുന്നത് എന്താ, അത് വൃത്തം എന്ന് പറയുന്ന ഒരു വസ്തുവാണ്. അഗ്നി. അങ്ങനെ ഈ പറയുന്ന എന്തിൻ്റെയെങ്കിലും ഒരു പേരായ ശബ്ദത്തെയാണ് നമ്മൾ നാമം അല്ലെങ്കിൽ നൗൺ എന്ന് വിളിക്കുന്നത്. നാമത്തെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം: ദ്രവ്യനാമം, ഗുണനാമം, ക്രിയാനാമം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഒത്തിരി തവണ ചോദിക്കാറുണ്ട്. അപ്പോൾ നാമത്തെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം, 3ആയിട്ട് തരംതിരിക്കാം. ഒന്നാമത്തെയാണ് ദ്രവ്യനാമം, രണ്ടാമത്തെയാണ് ഗുണനാമം, മൂന്നാമത്തെ ക്രിയാനാമം. ദ്രവ്യനാമത്തെ നമുക്ക് വീണ്ടും 4ആയിട്ട് തരംതിരിക്കാം. സംജ്ഞാനാമം, ദ്രവ്യനാമം വീണ്ടും ഡിവൈഡഡ് ഇൻറ്റു 4 ടൈപ്സ്. അതായത് ദ്രവ്യനാമത്തെ നമുക്ക് സംജ്ഞാനാമം എന്ന് വിളിക്കാം, സാമാന്യനാമം എന്ന് വിളിക്കാം, മേയനാമം എന്ന് വിളിക്കാം, സർവനാമം എന്ന് വിളിക്കാം. അപ്പോൾ ദ്രവ്യനാമത്തെ നമുക്ക് വീണ്ടും എത്രയായിട്ട് കാറ്റഗറൈസ് ചെയ്യാം, 4ആയിട്ട് തിരിക്കാം. സർവനാമത്തെ വീണ്ടും 3ആയിട്ട് തരംതിരിക്കാം: ഉത്തമ പുരുഷൻ, മധ്യമ പുരുഷൻ, പ്രഥമ പുരുഷൻ. ഓക്കെ, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞപ്പോൾ അതിൻ്റെ നമ്മൾ പറഞ്ഞു ഹീ, ഷീ, ഇറ്റ്, അതേപോലെ തന്നെ ഐ, യു, വി, ദേ. അപ്പോൾ അങ്ങനെയുള്ളതാണ് എന്ത്, ഈ പറയുന്ന ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. അതായത് ഉത്തമ പുരുഷൻ, മധ്യമ പുരുഷൻ, പ്രഥമ പുരുഷൻ. ഇനി എന്താണ് നമുക്കിനി നാമം എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് നമ്മൾ പറഞ്ഞു എന്ത്, ദ്രവ്യനാമം എന്ന് പറയുന്നത് എന്താണ്, അതേപോലെ തന്നെ എന്താണ് ഗുണനാമം, എന്താണ് ക്രിയാനാമം, എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ദ്രവ്യനാമം,
ഏതെങ്കിലും ദ്രവ്യത്തിൻ്റെ വസ്തുവിൻ്റെ പേരിനെ കുറിക്കുന്നതാണ് ദ്രവ്യനാമം. അതിപ്പോൾ ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആയ എന്തിനേയും നമുക്ക് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ദ്രവ്യനാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ദ്രവ്യത്തിൻ്റെയോ വസ്തുവിൻ്റെയോ നാമം, അത് ജീവനുണ്ടോ അല്ലെങ്കിൽ ജീവനില്ല എന്നൊന്നും കരുതിയിട്ട് ഒരു കുഴപ്പമില്ല. അങ്ങനെയുള്ള ഏതൊരു നാമത്തെയും നമുക്ക് ദ്രവ്യനാമം എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഉദാഹരണം, നദി, സീത, ആന, മണ്ണ്, കവി, നഗരം, രാജ്യം, നിയമം. ഓക്കെ, അപ്പോൾ ഇതെന്താ? ദ്രവ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെയോ നാമമാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള വസ്തുവിൻ്റെ നാമം ചിലപ്പോൾ എന്ത് വേണ്ട, അതിന് ജീവൻ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ എന്താ, അതിന് ജീവൻ ഉണ്ടാവാം. എന്തായാലും കുഴപ്പമില്ല. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ദ്രവ്യനാമം എന്ന് വിളിക്കുന്നത്. അടുത്തതാണ് ഗുണനാമം. ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ ഗുണത്തെയോ സവിശേഷ സ്വഭാവത്തെയോ കാണിക്കുന്നതാണ് ഗുണനാമം എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ ഗുണത്തെയോ സവിശേഷ സ്വഭാവത്തെയോ കാണിക്കുന്നതാണ് ഗുണനാമം. ഉദാഹരണം, അഴക്, നന്മ, വെളുപ്പ്, ദയ, മിടുക്ക്. ഇതൊക്കെ എന്താ? ഗുണ. അപ്പോൾ എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ ഗുണത്തെയോ അല്ലെങ്കിൽ ഒരു സവിശേഷതയോ ആണ് കാണിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം, അഴകെന്ന് പറയുന്നത് എന്താണ്? അതൊരു അഴകെന്ന് പറയുമ്പോൾ നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ അയാളുടെ അടുത്ത് കാണുന്ന ഒരു ഗുണമല്ലേ? അതേപോലെ നന്മ എന്ന് പറയുന്നതും അതൊരു ഗുണമല്ലേ? അതേപോലെ വെളുപ്പ് എന്ന് പറയുമ്പോൾ ഒരാളെ കാണുമ്പോൾ കാണുന്ന അയാളുടെ ഒരു സവിശേഷത അല്ലെങ്കിൽ ഒരു ഗുണമാണ് വെളുപ്പ്. ദയ എന്ന് പറയുന്നതും മിടുക്കെന്ന് പറയുന്നതും അതൊക്കെ എന്താണ്? ഒരു വസ്തുവിൻ്റെ ഗുണത്തെയോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു സ്വഭാവത്തെയോ കാണിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നാമങ്ങളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഗുണനാമം എന്ന് വിളിക്കാം. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. അടുത്തത് ക്രിയാനാമം. ക്രിയാനാമം എന്താണെന്ന് ചോദിച്ചാൽ മക്കളെ, അതായത് ഒരു പ്രവൃത്തിയെ കുറിക്കുന്നതാണ് ക്രിയാനാമം എന്ന് പറയുന്നത്. ക്രിയയിൽ നിന്നും ഉണ്ടാകുന്ന നാമം, അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ക്രിയാനാമം എന്ന് വിളിക്കാം. അതായത് എന്താണ്? പഠിപ്പ് എന്ന് പറയുന്നത് എന്താ? അതൊരു ക്രിയയല്ലേ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കളി, ഉറക്കം, വീഴ്ച, ഓട്ടം, ചാട്ടം, ഇതൊക്കെ എന്താ? ഇതൊക്കെ ഒരു ക്രിയയിൽ നിന്നും ഉത്ഭവിച്ച നാമമാണ്. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്? ക്രിയാനാമം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ക്രിയയിൽ നിന്നും ഉണ്ടാകുന്ന നാമത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്രിയാനാമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ദ്രവ്യനാമം എന്ന് പറയുന്നത്, ഈ മൂന്ന് നാമത്തെ മൂന്നായിട്ട് തരംതിരിച്ചതിൽ ദ്രവ്യനാമത്തെ നമുക്ക് വീണ്ടും എത്രയായിട്ട് തരംതിരിക്കാം? 4ആയിട്ട് തരംതിരിക്കാം എന്ന് പറഞ്ഞു. അതാണെന്ത്? സംജ്ഞാനാമം, സാമാന്യനാമം, സർവനാമം. എന്താണ് സംജ്ഞാനാമം? ഒരു പ്രത്യേക വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ വ്യക്തിയുടെയോ പേരായ ശബ്ദത്തെയാണ് നമ്മൾ സംജ്ഞാനാമം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സംജ്ഞാനാമം മക്കളെ? അതായത് ഒരു പ്രത്യേക വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ വ്യക്തിയുടെയോ പേരായ ശബ്ദം. അത് എന്താണ്? ആ ഒരു വ്യക്തിയോട് എന്താണ് ഉള്ള അടുപ്പം കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തോടുള്ള അടുപ്പം കൊണ്ടോ നമ്മൾ ഉള്ള ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന സംജ്ഞാനാമം എന്ന് പറയുന്നത്. അത് കോമൺ ആയിട്ടുള്ളതല്ല, പ്രത്യേകമായിട്ടുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ എന്താണ്? ഉദാഹരണം, എറണാകുളം എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ്. അതേപോലെ തന്നെ എന്താണ്? ഹിമവാൻ, ഇന്ത്യ, അതേപോലെ തന്നെ സൂര്യൻ. ഇതൊക്കെ എന്താ? ഒരു വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ വ്യക്തിയുടെ പേരായ ശബ്ദമാണ്. ഓക്കെ, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? സംജ്ഞാനാമം. എന്താണ് സാമാന്യനാമം? അടുത്താണ് സാമാന്യനാമം. ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ വർഗത്തിൻ്റെയോ ജാതിയുടെയോ പൊതുവായ പേരാണ് സാമാന്യനാമം എന്ന് പറയുന്നത്. അപ്പോൾ സാമാന്യനാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ തന്നെ ഓർത്താൽ മതി. അതായത് എന്താണ്? ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ഒക്കെയോ എന്താണ് പൊതുവായ പേരാണ് സാമാന്യനാമം. ഫോർ എക്സാമ്പിൾ നോക്കിയേ, ഉദാഹരണം, അതായത് മനുഷ്യൻ ഒരു വിഭാഗമല്ലേ, പൂവ് ഒരു വിഭാഗമല്ലേ, മരം ഒരു വിഭാഗമാണ്, അതേപോലെ വള്ളി, അതേപോലെ തന്നെ എന്താണ് നദി, ഇതൊക്കെ എന്താ? ഒരു വിഭാഗമാണ്. അപ്പോൾ ഒരു വിഭാഗത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സാമാന്യനാമം ഉപയോഗിക്കുന്നത്. അടുത്തതാണ് മേയനാമം. അളക്കാൻ കഴിയാത്തത്, ജാതി വർഗ ലിംഗഭേദമില്ലാതെ വസ്തുക്കളെ സൂചിപ്പിക്കുന്നതാണ് മേയനാമം എന്ന് പറയുന്നത്. അപ്പോൾ അളക്കാൻ കഴിയാത്തതും ജാതി വർഗ ലിംഗഭേദമില്ലാത്തതുമായ വസ്തുക്കളെ സൂചിപ്പിക്കുന്നതാണ് മേയനാമം. ഉദാഹരണം എന്താണ്? മണ്ണെന്ന് പറയുന്നത് മേയനാമത്തിന് ഉദാഹരണം. എപ്പോഴും എക്സാമ്പിളാണ് ചോദിക്കണേ. വെയിൽ, ജലം, വായു, ഇതൊക്കെ എന്താ? ജാതിയെ കുറിക്കുന്നില്ല, വർഗത്തെ കുറിക്കുന്നില്ല, ലിംഗത്തെ കുറിക്കുന്നില്ല. ഓക്കെ, അങ്ങനെയുള്ളവരെയാണ് എന്തെന്ന് വിളിക്കുന്നത്? അങ്ങനെയുള്ള നാമങ്ങളെയാണ് മേയനാമം എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തതാണ് സർവനാമം. നാമത്തിന് പകരം ഉപയോഗിക്കുന്ന ശബ്ദങ്ങളാണ് സർവനാമങ്ങൾ എന്നു പറയുന്നത്. അപ്പോൾ നാമത്തിന് പകരം ഉപയോഗിക്കുന്ന ശബ്ദങ്ങളാണ് സർവനാമങ്ങൾ. നാമതുല്യമായി നിൽക്കുന്ന ഇവ നാമപദമെന്നും പറയുന്നു.
ആവർത്തിക്കുന്നത് കൊണ്ട് വിരസത ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർവ്വനാമങ്ങൾ ഉപയോഗിക്കുന്നത്. ഇപ്പം അരുൺ എന്താണ്, ഒരു ടീച്ചറാണ്. അരുൺ അവിടെ ഉണ്ട്. അരുൺ അവിടെ നിന്ന് എപ്പോൾ ഇറങ്ങും? അരുൺ എവിടെയാണിപ്പോൾ? അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നതിന് പകരമായിട്ട് നമുക്ക് എന്തുപയോഗിക്കാം? ഞാനെന്നോ അവനെന്നോ അവളെന്നോ നീ എന്നോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സർവനാമം എന്ന് പറയുന്നത്. അതായത് ഒരു നാമത്തിൻ്റെ എന്താണ് റിപ്പീറ്റായിട്ട് പറയുന്നതിൻ്റെ ആ ഒരു എന്താണ് അരാജകത്വം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന നമ്മൾ സർവനാമങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ്, അരുൺ അവിടെയുണ്ടോ, അല്ലെങ്കിൽ നീ അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ ഞാൻ അവിടെയുണ്ടോ എന്നൊക്കെ പറഞ്ഞ് സർവനാമങ്ങൾ വച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ അരുൺ അവിടെയുണ്ടോ, അവൻ അവിടെയാണോ ഇപ്പോൾ എന്നൊക്കെ ചോദിക്കില്ലേ? അപ്പോൾ വീണ്ടും അരുൺ എന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യേണ്ട, അവൻ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അനിൽ അദ്ദേഹം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാം? നമുക്ക് ആ ഒരു സമയത്ത് വിശേഷിപ്പിക്കാനായിട്ട് പറ്റും. സർവനാമത്തെ ഉത്തമ പുരുഷൻ, മധ്യമ പുരുഷൻ, പ്രഥമ പുരുഷൻ എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ സർവനാമം എന്ന് പറയുന്നതിനെ എന്താണ്, നമുക്ക് മൂന്നായിട്ട് വീണ്ടും കാറ്റഗറൈസ് ചെയ്യാം. അതാണ് എന്തൊക്കെ? ഉത്തമ പുരുഷൻ ഫസ്റ്റ് പേഴ്സൺ, അതേപോലെ മധ്യമ പുരുഷൻ സെക്കൻഡ് പേഴ്സൺ, ഇനി പ്രഥമ പുരുഷൻ എന്താണ്? തേർഡ് പേഴ്സൺ. ഓക്കെ, ആരാണോ സംസാരിക്കുന്നത് അയാളാണ് ഉത്തമ പുരുഷൻ. അപ്പോൾ ഞാൻ സംസാരിക്കുക, ഞാനാണ് ഇതിൻ്റെ അത് എന്തെന്ന് പറയുന്നത്? ഫസ്റ്റ് പേഴ്സൺ അല്ലെങ്കിൽ ഉത്തമ പുരുഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആരാണോ സംസാരിക്കുന്നയാൾ അയാളാണ് ഉത്തമ പുരുഷൻ. അപ്പോൾ സംസാരിക്കുന്നയാൾ തന്നെ സൂചിപ്പിക്കുന്നത് ഉപയോഗിക്കുന്ന സർവനാമങ്ങളാണ് ഉത്തമ പുരുഷൻ. ഉദാഹരണം, ഞാൻ എന്ന് പറയുന്നത് എന്താ? ഉത്തമ പുരുഷനാണ്. ഞാനല്ലേ ഇപ്പം നിങ്ങളോട് സംസാരിക്കണത്, ഞാൻ ഉത്തമ പുരുഷൻ. നാം, ഞങ്ങൾ, നമ്മൾ എന്നൊക്കെ പറയുന്നത് എന്താ? ഉത്തമമാണ്. ഓക്കെ, ഇനി മധ്യമ പുരുഷൻ, അതായത് എന്താ? സെക്കൻഡ് പേഴ്സൺ. സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞത് നിങ്ങളോടല്ലേ ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങളെ കാണിക്കാനായിട്ട് എന്താണ്? സെക്കൻഡ് പേഴ്സൺ, അതായത് നീ, നിങ്ങൾ, താങ്കൾ എന്നൊക്കെ പറയുന്നതാണ് എന്ത്? സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? നീ, നിങ്ങൾ, ഞാൻ, താങ്കൾ, നീ. ആരോടാണോ നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് സംസാരിക്കുന്നയാൾ, സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഞാൻ ആരോടാണോ സംസാരിക്കുന്നത് അവരാണ് സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ഇനി പ്രഥമ പുരുഷൻ എന്ന് പറയുന്നതാണ് തേർഡ് പേഴ്സൺ. അതായത് ഉത്തമ പുരുഷനും മധ്യമ പുരുഷനും എന്തിനെക്കുറിച്ച് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണോ, ഇപ്പം നമ്മൾ രണ്ടുപേരും, ഇപ്പം നമ്മൾ രണ്ട് ഉറ്റ സുഹൃത്തുക്കളിരുന്ന് നമ്മുടെ മറ്റൊരു സുഹൃത്തിനെക്കുറിച്ച് നമ്മൾ കുറ്റം പറയുകയാണ്. ഓക്കെ, അങ്ങനെയാണല്ലോ ചെയ്യാറുള്ളത്. അല്ലാതെ നല്ല കാര്യങ്ങളൊന്നും ആരും പറയത്തില്ല. അപ്പോൾ എന്താണ്, രണ്ടുപേരിൽ നിന്ന് മറ്റൊരാളെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ അയാളാണ് എന്തെന്ന് പറയുന്നത്? പ്രഥമ പുരുഷൻ അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. അതായത് ഉത്തമ പുരുഷനും മധ്യമ പുരുഷനും എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അയാളാണ് പ്രഥമ പുരുഷൻ. അയാളെ സൂചിപ്പിക്കുന്ന സർവനാമം എന്ന് പറയുന്നതാണ് പ്രഥമ പുരുഷ സർവനാമം. ഉദാഹരണം, അവൻ, അത്, അവൾ, ചിലത്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ഉത്തമ പുരുഷൻ, അതായത് പ്രഥമ പുരുഷൻ എന്ന് പറയുന്നത്. അതായത് ഉത്തമ പുരുഷനും മധ്യമ പുരുഷനും ഞാനും നമ്മളും കൂടി മറ്റൊരാളെക്കുറിച്ച് പറയുന്നു, അതാണ് പ്രഥമ പുരുഷൻ. ഞാൻ എന്ന് പറയുന്നതാണ് ഉത്തമ പുരുഷൻ, നിങ്ങളെന്ന് പറയുന്നതാണ് പ്രഥമ പുരുഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പറയാനായിട്ടുള്ളത്. എല്ലാവർക്കും വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മുടെ പുതിയ മൈക്കാണ്, അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് നേരമൊക്കെ എനിക്ക് ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും ഗ്രാഹ്യമൊന്നുമില്ല. ഇന്ന് വന്ന് കിട്ടിയുള്ളൂ. അപ്പോൾ വന്ന വഴി തന്നെ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സാണ് മൈക്ക് വെച്ചുള്ളത്. അപ്പോൾ സൗണ്ടൊക്കെ ഓക്കെ ആണെന്ന് കരുതുന്നു. കാരണം വളരെ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തത്. അപ്പോൾ സൗണ്ടിന് ഒരു പ്രശ്നം വരാതിരിക്കാനാണ് നമ്മൾ പുതിയ മൈക്കാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മുടെ ഫസ്റ്റ് ഗ്രാമർ പാർട്ടാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ക്ലാസ് കണ്ടതിന് ശേഷം നേരെ നമ്മുടെ ടെലഗ്രാമിലേക്ക് പോരെ. അവിടെ നിങ്ങൾക്കുള്ള നോട്ട് റെഡി ആയിരിക്കും. 9 മണിക്ക് ഇതിൻ്റെ എക്സസൈസ് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് എക്സസൈസ് തരാം കോൺകോഡിൻ്റെ. പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന 2021 മുതൽ 2024 വരെ ചോദിച്ച കോൺകോഡുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ എക്സസൈസായിട്ട് ഞാൻ പറഞ്ഞു തന്നോന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഓരോ എക്സാമ്പിളും എടുത്ത് അതെങ്ങനെയാണ് വന്നത് എന്നതിനെക്കുറിച്ച് മലയാളത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞ് സെറ്റാക്കി തരാം. മലയാളം ഗ്രാമർ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രിയേനെക്കുറിച്ചാണ്. അപ്പോൾ ക്രിയയുമായി ബന്ധപ്പെട്ട ക്ലാസ് ആയിരിക്കും അടുത്ത ദിവസം വരുന്നത്. ഇംഗ്ലീഷിൻ്റെ ക്ലാസ് കോൺകോഡ് വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. ഇതിനപ്പുറത്തേക്ക് ഇനി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇല്ല.
അത്രത്തോളം താഴെ, ഏറ്റവും താഴേയിലേക്ക് ഇറങ്ങി വന്ന് ബേസ് മുതലാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് എനിക്ക് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായം അതെന്ത് തന്നെയാണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഹെൽപ്പാണ് മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഒരു വീഡിയോ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും പഠിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ ഇവിടെ അവസാനിച്ചു. അതേപോലെ ക്ലാസ് ഇന്ന് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അടുത്തുള്ള എക്സാമുകളിലേക്ക് വരട്ടെ എന്ന് സർവേശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ ഉറപ്പായിട്ടും ഇനിയുള്ള എക്സാമുകളിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ പുതിയ സംഭവങ്ങളൊക്കെ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും. PYQ ഒന്നും മറന്നിട്ടില്ല, എല്ലാം ഉണ്ട് മനസ്സിൽ. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ 21 അതിൻ്റെ ഞാനൊരു വീഡിയോ നാളെ വരും. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇനി നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ചെയ്യാൻ പോകുന്നത്. കേരളത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ അതേപോലെ തന്നെ ഒരു ആപ്ലിക്കേഷനും തരാത്ത ലെവലിലുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരു PYQ ഡിസ്കഷനാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സെറ്റ് ചെയ്തേക്കണത്. അപ്പോൾ അതിൻ്റെ വീഡിയോ, അതിൻ്റെ എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്നുള്ളത് നാളെ നിങ്ങൾക്ക് വരും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി ഇനി നമുക്ക് എന്താണ്. പിന്നെ നമ്മൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഉറപ്പാണ് ഈ റാങ്കിൽ വന്നിരിക്കും. ആദ്യം നിങ്ങളിൽ തന്നെ നിങ്ങൾ കോൺഫിഡൻ്റ് ആവാൻ ശ്രമിക്കുക. നമ്മൾക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്, നമ്മളാണ് പഠിക്കുന്നത്. നമ്മൾ പഠിക്കുന്നത് നമ്മളെ ഏറ്റവും ബെസ്റ്റായിട്ടാണ്. ഇനി എൻ്റെ അപ്പുറത്തേക്ക് മറ്റാരുമില്ല. എനിക്ക് വേണ്ടത് ഒരേ ഒരു റാങ്കാണ്. ആ റാങ്ക് ഞാൻ വാങ്ങിയിരിക്കും. അത് 100-ന് ഉള്ളിലുമായിരിക്കും. ഇത്രയും കാര്യം മാത്രം എപ്പോഴും ചിന്തയിലുണ്ടാകുക. അതിനുവേണ്ടി മാക്സിമം എഫേർട്ട് ഇടുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.